സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് കൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് കോമഡി നന്നായിട്ട് പറയാൻ പറ്റുന്നത്. മറ്റേ മിസ് വേൾഡിനൊക്കെ ചോദിക്കാറുണ്ട് മലയാളികൾ ഏറ്റവും അധികം ചിരിക്കുന്നത് എന്ത് കാര്യം പറയുമ്പോഴായിരിക്കും? ട്രേഡ് സീക്രട്സ് കുറെ. അപ്പൊ ബ്രെയിൻ എനിക്ക് തോന്നുന്നു ഓവർ തിങ്കിങ്ങിന്റെ പോസിറ്റീവ് സൈഡാണ് സ്റ്റാൻഡപ്പ്. ഈ ശബരീഷ് നാരായണൻ എന്ന് പറയുന്നത് എനിക്ക് കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡപ്പ് ശബരിക്ക് വേണ്ടെന്ന് തോന്നാം. പോലെ. അതായത് ആർട്ടിസ്റ്റുകളെ പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ അവരുടെ ജോലിയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഇവരുടെ ക്യാരക്ടേഴ്സ്. ചിലപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, തമാശ പറയുന്നവർക്ക് ജീവിതത്തിലെ പല പല പേഴ്സ്പെക്റ്റീവ്സ് പറയാനുണ്ടാവും എന്നുള്ളത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പിനെക്കാളും ലോകത്ത് എന്തിനേക്കാളും ഏറ്റവും വലിയ വിഷമം നമുക്ക് ഈ വഴി പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷമമാണ്. അതൊരു വലിയ പെയിനാണ്. പക്ഷെ അപ്പം അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് സ്റ്റേജിൽ കയറാൻ. പക്ഷെ നമുക്കറിയില്ല അതെന്താ ചെയ്യേണ്ടേ അതിലുള്ള കാര്യങ്ങളൊക്കെ. One thing Malayalis take way too seriously. ഒരു പ്ലേസ് ഉണ്ട്, അതിനെ പറ്റി തമാശ പറയാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വെഡിങ്ങിന്റെ ജോക്സിലൊക്കെ ഭർത്താക്കന്മാര് സഹിക്കുന്നതായിട്ട്, പക്ഷെ അത് ചിലപ്പോ ഭാര്യക്ക് ഹേർട്ട് ആവാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പത്തിലെ നമ്മളെല്ലാവരും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ജോക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു ഇതെത്തുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി, ചിരിപ്പിച്ചാൽ പോരാന്നുള്ളതല്ല, ചിരിപ്പിച്ചാൽ മതി എന്നുള്ളതല്ല നമ്മുടെ ഗോള്. പക്ഷെ അതിലൊരു നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, അത് കൂടാതെ ഞാൻ ചെറിയൊരു അക്കൗണ്ട് കൂടി സൈഡിൽ കൂടി ഇപ്പൊ തുടങ്ങി. ഫേക്ക് അക്കൗണ്ട് അല്ല, വേറെ പേര്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുകയാണ്. ആസ് എ മലയാളി ഐ എം സോ പ്രൗഡ്. കാരണം നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരാളുടെ എന്താ പറയുക സ്റ്റാൻഡപ്പ് കോമഡി എപ്പിസോഡ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൂടുതൽ ചിന്തിക്കേണ്ട ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ എപ്പിസോഡ് എടുക്കണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. സോ ഐ ഇൻവൈറ്റഡ് ശബരീഷ് നാരായൺ, അല്ലെങ്കിൽ അഥവാ സ്റ്റാൻഡപ്പ് ശബരി ആണ് നമ്മളോടൊപ്പം എന്നുള്ളത്. ഹലോ, വെൽക്കം ടു ദി ഷോ. പറഞ്ഞ പൈസക്കുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ശബരി ആയതുകൊണ്ട് എത്ര ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഗസ്റ്റ്. അതെ, ഞാൻ എന്റെ ആങ്കറിംഗ് ജീവിതം തുടങ്ങിയപ്പോ തൊട്ട് അറിയാം. പിന്നീട് അങ്ങോട്ട് അപർണയ്ക്ക് ഗ്രോത്ത്. പിന്നെ ഹോട്ട്സ്റ്റാറിന് ഞാൻ എപ്പിസോഡ് ചെയ്തിട്ടില്ലേ. ഞാൻ പാവം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എപ്പിസോഡ് ആണ്. പക്ഷെ അവര് എപ്പിസോഡ് ചെയ്ത അതങ്ങ് ഹോട്ട്സ്റ്റാർ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് പാവമായിട്ട് ടൊവിനോ തോമസ്, അത് ഇതേ കസേരയിലാണ്. അല്ലല്ല, അത് മറ്റേ മാരിയറ്റിലെ കസേര. ലാസ്റ്റ് എപ്പിസോഡ് ടൊവിനോ തോമസ് ചിദംബരം ഉണ്ടായിരുന്നു. ബട്ട് ഐ എം റിയലി ഹാപ്പി ഫോർ യു. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് അപർണ എനിക്ക് തോന്നുന്നു ജോബിന്റെ ഇടയിൽ ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഞാനും ആ സമയത്ത് ജോബിന്റെ അതെ ഞാൻ പനി പിടിച്ച് കിടക്കുന്നു, അപർണ എന്തോ തിരക്ക് വേറെ ആരെയോ അങ്ങനെ തിരക്കിലെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു സാധ്യത. അപ്പൊ അവിടെ നിന്ന് യു ബീൻ ഹിയർ, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ആൻഡ് ഐ എം ഓൾസോ റിയലി ഹാപ്പി ഫോർ യു. ഓണസ്റ്റ്ലി ഇറ്റ്സ് ലൈക്ക് നമ്മളിങ്ങനെ നമ്മുടെ അന്ന് കണ്ടിട്ട് ആ ഗ്രോത്ത്, ആ ട്രജക്ടറി കാണുമ്പോൾ അതെപ്പോഴും നമുക്ക് അതിന് മുമ്പ് ഒരാളെ അറിയാം, നോട്ട് ലൈക്ക് സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ല, നമുക്ക് ആക്ച്വലി ഒരാളെ അറിയാം. അവരിപ്പോ ജഡ്ജ്മെന്റ് ഇല്ലാതെ റോ ആയിട്ട് ഒരാളുടെ ഗ്രോത്ത്. സെയിം അബൌട്ട് യു. ഞാൻ ആക്ച്വലി എന്നെ കുറിച്ച് പറയാൻ വന്നപ്പോ പണ്ടാ പറഞ്ഞ ഞാൻ കാണുന്ന സമയത്ത് ചളി പറയുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ എപ്പിസോഡ് കാണുമ്പോ കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് പറയാൻ വന്നാണ്. പക്ഷെ എനിക്ക് ഭാഗ്യമുണ്ട്. അപ്പൊ എന്നെ കുറിച്ച് പറയുന്നത് നിർത്തിയിട്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ഇതിലേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സോ പ്രൗഡ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് വി ഡിഡ് ദിസ് എപ്പിസോഡ് 2. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാർ ഇസ് എ വെരി ബിഗ് പ്ലാറ്റ്ഫോം. അത് റെസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ്, ആരെന്ത് പറഞ്ഞാലും ലൈക്ക് യുനോ ഞാൻ പറഞ്ഞതാ എന്ന് വെച്ചാൽ ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് അല്ല, ഞാൻ ഇച്ചിരി ഓവർ എക്സ്പ്ലനേഷന്റെ ആളാണ്. പറഞ്ഞാലും ഞാനൊരു എന്തായിരുന്നു ഓഡിയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ശബരിയുടെ ഗ്രോത്ത് നോക്കുമ്പോൾ ഹോട്ട്സ്റ്റാർ ഇസ് എ വെരി ബിഗ് പ്ലാറ്റ്ഫോം. ആൻഡ് ആ എപ്പിസോഡ് ഞാൻ കണ്ടു. വെരി നൈസ്. അതായത് ഒരു ആളെ ചിരിപ്പിക്കുക ഇസ് ദ എന്തായിരുന്നു ഹാർഡസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കരയിപ്പിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ?
അതെ അതെ, അത് കരയിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചിരിപ്പിക്കാൻ ഇസ് വെരി പാട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് ഡു യു ഫീൽ? ഞാൻ ഇത്ര നേരം പറഞ്ഞത് എൻ്റെ ഫീലിങ്സ് അല്ലേ, വാട്ട് ഡു യു ഫീൽ? പറ. എന്നെ സംബന്ധിച്ചോളം ഞാനിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ ഭയങ്കര, ഇപ്പോൾ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ടി വിയിൽ ഷോസ് ഉണ്ട്, പക്ഷെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പം നമ്മുടെ, അതായത് ബേസിക്കലി വി ക്യാൻ ടെൽ അവർ ഓൺ സ്റ്റോറീസ്, അതിന് വേറെ വലിയ പ്രഷറോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ഒത്തൻറ്റിക് ആയിട്ട് സ്റ്റാൻഡപ്പ് തന്നെ ആളുകൾ കാണാം. അതായത് ഞാനിത് ഷൂട്ട് ചെയ്തത് ആക്ച്വലി ഒരു ലൈവ് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത് തന്നെ വലിയ ഡിഫറൻസ് ആണ്. ഇപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഓഡിയൻസ് ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് ഓഡിയൻസൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പോയ സമയത്ത് ഓഡിയൻസേ ഇല്ല. അപ്പോൾ ഇത് ഓഡിയൻസ് ഉള്ള ഒരു ആർട്ട് ഫോമാണ്. ഓഡിയൻസിൻ്റെ റിയാക്ഷനാണ് നമ്മളൊരു സാധനം ഫണ്ണിയാണോ അല്ലയോ എന്ന് തന്നെ തീരുമാനിക്കുന്നത്, അല്ലേ? അല്ല ഇപ്പം എൻ്റെ തലയിൽ ഞാനൊരു തമാശ പറഞ്ഞു, ഞാൻ തന്നെ ചിരിച്ചു എന്ന് പറയുന്നേക്കാൾ, അപ്പം ആ രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ, ആസ് യു റൈറ്റ്ലി സെഡ്, ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയതും, കാരണം മലയാളത്തിൽ ഒരു ആദ്യത്തെ ഒരു സ്പെഷ്യൽ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനും ഭയങ്കര പ്രൗഡാണ്. പിന്നെ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാനിത് ഒരു 8 years മുമ്പ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളെക്കൂടെ നടക്കുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇത് തുടങ്ങുമ്പോൾ തൊട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, ഫസ്റ്റ് വന്ന ദിവസം ഞാനും ഇതിൻ്റെ എഡിറ്റർ ഇത് ഡയറക്റ്റ് ചെയ്തൊക്കെ രാഹുൽ രാജ് ഈശ്വർ, ഞങ്ങളൊരു ഗ്രൂപ്പ് കോൾ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടി റീലോഡ് ചെയ്ത് നോക്കി, കാരണം നിന്റെ അക്കൗണ്ടിലും വന്നിട്ടുണ്ടോ. അപ്പൊ അത്ര അതെ അതെ, നമ്മൾ മറ്റേ പിച്ച് നോക്കിയത് ഈക്വലന്റ് ആണ് റീലോഡ് ചെയ്ത് നോക്കിയത്. സർറിയലായിരുന്നു ആ മൂവ്മെന്റ്. അപ്പൊ ആ രീതിയിൽ ഭയങ്കര ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. ഇനി അടുത്തത് നമുക്ക് നെറ്റ്ഫ്ലിക്സ് പിടിക്കണം, ആമസോൺ പ്രൈം പിടിക്കണം, എല്ലാം പിടിക്കണം, മനസ്സിലായോ? അങ്ങനെ നമ്മള് കുന്നോളം ആഗ്രഹിക്കണം. എന്താ ഇത് ശരിക്കും ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നല്ല, നല്ലൊരു ഹോളി ഗ്രെയിൽ പോലെ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ലെന്ന് വരുമായിരിക്കും അല്ലേ? വേണ്ട അല്ലേ? എന്താന്ന് ബക്കറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോളി ഗ്രെയിൽ അല്ലെങ്കിൽ ഒരു, നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനാണെങ്കിൽ ചിലപ്പോൾ ഓസ്കാറോ നാഷണൽ അവാർഡ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ച് എൻ്റെ എപ്പിസോഡില് പൃഥ്വിരാജ്, മോഹൻലാൽ, അങ്ങനെയുള്ള ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആരാധനയുള്ള ആളുകൾ വരുന്നതായിരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ മെയിൻ ഹോളി ഗ്രെയിൽ. അപ്പം വാട്ട് അബൌട്ട് യു? റിഗാർഡിങ് സ്റ്റാൻഡപ്പ്, എനിക്ക് ഒരു പണ്ടൊട്ടേ അതും വലിയൊരു ഗോൾ എന്താ വെച്ചാൽ, ഇത് ലൈവായിട്ട് കുറേ പേർക്ക്, ഇപ്പം ഞാൻ ഒരു ഷോ ചെയ്യുമ്പോൾ ആളുകൾ പറയുന്നത് ഒരു 80% ആളുകളും ആദ്യമായിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി തന്നെ കാണുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പിന്നെ അത്ര ഭയങ്കര ഗോൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ നല്ല കോണ്ടൻറ്റ്സ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് ഭയങ്കര, ഇനിയും അതൊരു ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡ്രീം ചെയ്യാനുള്ളൊരു ഒരു സ്പേസ് എത്തി. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ പോലെ വലിയ, ഇപ്പം ഞാൻ ചില കോമിക്സിനൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഓഡിറ്റോറിയം ഷോസാണ്. അല്ലെങ്കിൽ ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയി തമിഴ്നാട്ടിലൊക്കെ, നമ്മുടെ തൊട്ടടുത്ത ജില്ല തന്നെയാണ് ഞാൻ പറയുന്ന, ഇപ്പം ഞാൻ UAE പോയി കൊക്കക്കോള അരീന എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ ആളുകൾ ഷോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരു 3000 ആളുകൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അതൊക്കെ ഭയങ്കര, ഞാൻ ഇങ്ങനെ വെറുതെ ഇറങ്ങുമ്പോൾ ആ സ്പോട്ട് ലൈറ്റിന് മുന്നിൽ ഇങ്ങനെ നിന്ന് നോക്കുമോ, ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇറ്റ്സ് സോ, നമ്മൾ ഒരു ഞാൻ ഇതുവരെ ചെയ്തൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന അത്ര ഓഡിയൻസേ ഉള്ളൂ, ഇത് ഇങ്ങനെ നോക്കിയാലേ കാണാൻ പറ്റും. ആ രീതിയിൽ ചിലപ്പോൾ ഒരു ഷോ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് മലയാളത്തിൽ അത്രയും പേര് ഒരു ഷോയ്ക്ക് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ തഥാസ്തു നടക്കട്ടെ. തത്വമസി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വാക്കുകൾ കൺഫ്യൂഷൻ ആണ്. ഞാൻ റൊണാൾഡോ അർജന്റീന വരെ എത്തിച്ച ആളാണ്, സോറി. അപ്പം വേറൊരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കാനാണല്ലോ വന്നത്, ഫണ്ണിയ എന്ത് ചെയ്യാനാ. അല്ല, ഇപ്പം നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, യു ആർ ആൻ ആർട്ടിസ്റ്റ്, അപ്പം ആർട്ടിസ്റ്റുകളെ പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മൾ ജോലിയിൽ, അവരുടെ ജോലിയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഇവരുടെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആൾ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ റിയൽ ലൈഫിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആളാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഒത്തിരി ആക്ടേഴ്സിനെ കാണാൻ പറ്റും, ഒത്തിരി യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റും, ഒത്തിരി സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ അങ്ങനെ കാണാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ആർ യു റിയലി ഫണ്ണി, ലൈക്ക് യു, അതായത് ബൈ നേച്ചർ ഒരു ഫൺ പറയുന്ന ആളാണോ, അതോ യു ചോസ് ദിസ് കരിയർ ബിക്കോസ് യു സോ സംതിങ്, അങ്ങനെ ഒരു
സാധനം ഉണ്ടല്ലോ. ഇത് ആക്സിഡന്റലി ഞാൻ ചൂസ് ചെയ്തൊരു കരിയറാണ്. ഞാൻ കരിയർ ലൈക്ക് ഒരു ആക്സിഡന്റലി വന്നുപെട്ട ഒരു മേഖലയാണെന്ന് പറയാം. ആൻഡ് ഈ ചോദ്യത്തിന് ഞാൻ അങ്ങനെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ള ജഡ്ജ്മെന്റ് എനിക്ക് ആയി വരുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരാണല്ലോ പറയുന്നത്. ആൻഡ് എനിക്ക് വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ്സ് കിട്ടിയാലേ എനിക്ക് മനസ്സിലാവും. അല്ല ഒട്ടുമല്ല. അങ്ങനെ നമ്മള് കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ആയിരിക്കും, കുറച്ച് ചെറിയ സംസാരിക്കാറുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്റ്റാൻഡപ്പ് ശബരി എന്ന് പേരിടാൻ തന്നെ കാരണം ഈ ശബരീഷ് നാരായണൻ എന്ന് പറയുന്ന എനിക്ക് കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡപ്പ് ശബരിക്ക് വേണ്ടാന്ന് തോന്നാറ്. ഓൾട്ടർ ഈഗോ പോലെ. അതായത് സ്റ്റാൻഡപ്പ് ശബരി ഞാൻ ഇപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എനിക്കിങ്ങനെ അറിയാത്ത കുറെ കാര്യങ്ങൾ ലാലേട്ടനൊക്കെ പറയുന്നത് പോലെ എല്ലാം കൂടി ഒത്തു വന്നാലേ ഒരു ലൈവ് ഷോയുടെ കേസ് നമുക്ക് ഒരു കൺട്രോൾ എഡിറ്റ് ഇല്ല. അപ്പം ഇതിൽ ഫ്രണ്ടിലിരിക്കുന്ന കോട്ടിട്ട മുതലാളി ചിലപ്പോൾ എണീറ്റ് പോയാൽ വരെ ഒരു ജോക്ക് പാളിപ്പോവും. അതല്ലെങ്കിൽ മൈക്കിന്റെ ഒരു ഇഷ്യൂ. അപ്പം ഞാനിങ്ങനെ ഒരു മിനിറ്റ് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ധൈര്യമായിട്ട് പൊക്കോ, നീ എത്ര പോരെങ്കിലും സ്റ്റാൻഡപ്പ് ശബരി എനിക്ക് വിശ്വാസമുണ്ട്, നീ പോയിട്ട് കലക്കിക്കോ എന്ന് പറഞ്ഞിട്ടാ വരാറ്. അപ്പോൾ ആ ഒരു സ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ കണ്ടേക്കുന്ന കുറേ സ്റ്റാൻഡപ്പ് കോമിക്സ് ആക്ച്വലി അവർ റിയൽ ലൈഫിൽ എനിക്ക് സ്കൂളിലൊന്നും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വന്ന ആളാണ്, അത്ര എനിക്കറിയാം. എനിക്ക് സ്കൂളിൽ നാടകത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എല്ലായിടത്തും റിജക്ട്. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റിൽ അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഈ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലൊക്കെ പഠിക്കുന്നവനെ കോ കരിക്കുലർ എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. അവിടെ ഒരു ബയസ്ഡ് ഉണ്ടായിരുന്നു പണ്ട്. പഠിക്കുന്നവന് മാത്രമല്ല, മൊത്തത്തിലൊരു ബയസ്ഡ് ഉണ്ടായിരുന്നു. അതായത് എ ഗ്രേഡ് മേടിക്കുന്നവൻ വേണമെങ്കിൽ വൈകിട്ട് വോളിബോൾ പ്രാക്ടീസ് ചെയ്തോട്ടെ എന്നാണ്. വോളിബോൾ നന്നായിട്ട് കളിക്കുന്നവൻ എ ഗ്രേഡ് വാങ്ങിയാലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഞാൻ പോകുന്ന കുറെ സ്കൂളുകളൊന്നും അങ്ങനെയല്ല അറ്റ്ലീസ്റ്റ്. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് സ്റ്റേജിൽ കയറാൻ. പക്ഷെ നമുക്കറിയില്ല അതെന്താ ചെയ്യണ്ടേ അതിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ ഭയങ്കര ആഗ്രഹിച്ച് വന്നതാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒബ്സർവ് ചെയ്തതിൽ ഈ ഫണ്ണി ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഒബ്സർവ് ചെയ്തത്, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഈ എന്താ പറയുക തമാശയുമായി ബന്ധപ്പെട്ടവര് പൊതുവെ ഈ പണ്ടത്തെ നമ്മുടെ ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളലിനൊക്കെ ഉള്ളൊരു സംഭവമാണ്. സൊസൈറ്റിയെ മോക്കിയ അങ്ങനത്തെ ഒരു സാധനമാണ്. അതിനെന്താ വേണ്ടത്? ഒബ്സർവേഷൻസ്. സോ ഈ ഫണ്ണി ആയിട്ടുള്ളവര് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്നവര് ഭയങ്കരമായിട്ട് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ കോൺട്രാഡിക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് കൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് കോമഡി നന്നായിട്ട് പറയാൻ പറ്റുന്നതും. ഇതിലേതാന്ന് ശബരി പറ. മറ്റേ മിസ് വേൾഡിനൊക്കെ ചോദിക്കാറുണ്ട് ചോദ്യമാണ്. ആ സമയമാണ് അവർ ഇങ്ങനെ എടുക്കുന്നത്. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ബ്യൂട്ടി പാജന്റിന് പോകുമ്പോഴേ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലേ, അല്ലെങ്കിൽ ഉത്തരം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ ബട്ട് ദ ക്വസ്റ്റ്യൻ വാസ് നോട്ട് ക്ലിയർ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ആ നേരം കൊണ്ട് അവര് ആ ക്വസ്റ്റ്യൻ ആ സമയത്ത് അതൊരു നല്ല ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അതെ, ഇത് ഇനിഷ്യലി തുടങ്ങുമ്പോൾ നമ്മൾ കുറെ ഇന്റൻഷനലി ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് ശേഷം ഇതെപ്പോഴോ ഈ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര പ്രോബ്ലമാണ്. എനിക്ക് റിലാക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ആലോചിക്കും, ഇത് പറഞ്ഞിട്ട് അങ്ങനെ കുറെ. അപ്പൊ ബ്രെയിൻ എനിക്ക് തോന്നുന്നു ഓവർ തിങ്കിങ്ങിന്റെ പോസിറ്റീവ് സൈഡാണ് സ്റ്റാൻഡപ്പ്. അതുകൊണ്ട് ഏകമുള്ള ഗുണം. ഇപ്പൊ ഞാനിങ്ങനെ ജനുവലി അറ്റാക്കിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ ലുലു മാളിൽ പോകുമ്പോ ഇങ്ങനെ ഇനി ഇവിടെ ഒരു അറ്റാക്ക് വന്നാലോ. അപ്പൊ അതാണ് ഒരു സ്റ്റാൻഡപ്പ് ബിറ്റ്. അത് അങ്ങനെ വരില്ലെന്നല്ല, പക്ഷെ അങ്ങനെ ചിലപ്പോ അതിന്റെ ഫ്ലിപ്പ് സൈഡ് നമ്മളെ പേഴ്സണലി ഒരുപാട് അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം അഫക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഇത് അതിന്റെ പോസിറ്റീവ് സൈഡാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിപ്പോ എനിക്കും അറിയില്ല ഇതെങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പൊ അത് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ ഇതിന്റെ കൺട്രോൾ ഇല്ല നമ്മുടെ കയ്യിൽ. ആദ്യം നമ്മളായിട്ട് തുടങ്ങിയത് തന്നെയാ. ഇപ്പൊ പിന്നെ നമുക്കും പേടിയായി, ഇനി ആക്ച്വലി ഓവർ തിങ്കിങ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് എഫക്ട് ചെയ്യും. അപ്പൊ അതാ അപ്പൊ അങ്ങനെ ഒരു മോഡാണ്. പിന്നെ ഈ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചുള്ള ഒബ്സർവേഷൻ നമുക്ക് ഇങ്ങനെ വെറുതെ പോയിരുന്ന് ഇങ്ങനെ ഇരുന്നാൽ കിട്ടില്ലല്ലോ. നമ്മളെ ചുറ്റുമുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കായിട്ട് ഇപ്പോൾ
ഇന്ന് കുറച്ച് തമാശ എഴുതാം എന്ന് പറഞ്ഞ് പനമ്പിള്ളി നേറിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ചുറ്റും സംഭവങ്ങളുണ്ട്, നമ്മൾ കാണാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാവുന്നേ ഉള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എടുത്ത് ചോദിക്കാൻ കാര്യം ഒന്ന് ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല, അത് സത്യമാണ്. അത് ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വരുമ്പം ഞാനത് റിലേറ്റ് ചെയ്യാൻ കാര്യം വെച്ചാൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, അത് കൂടാതെ ഞാൻ ചെറിയൊരു അക്കൗണ്ട് കൂടി സൈഡിൽ കൂടി ഇപ്പൊ തുടങ്ങി. ഫേക്ക് അക്കൗണ്ട് അല്ല, അക്കൗണ്ട് വേറെ പേര്, എന്റെ പേരിൽ തന്നെ ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങി. മറ്റേ ഇടയ്ക്ക് വീഡിയോയുടെ ഇടയിൽ ഒരു കുട്ടി ചേച്ചി വലിയ ഫാൻ, ഡ്രസ് നന്നായിട്ടുണ്ട്, ചേച്ചി ഡ്രസ് ഇടുന്ന ഷെയ്ഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വേണം ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അതല്ല, ഞാൻ തുടങ്ങി. എന്നിട്ട് ഇത് സെയിം ഇസ് ഹാപ്പനിങ്. ലൈക്ക് എന്ത് കണ്ടന്റ് ഉണ്ടാക്കും, അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ ഇത് കണ്ടന്റ് ആക്കാം, ഇത് കണ്ടന്റ് ആക്കാം, ഇത് കണ്ടന്റ് ആക്കാം, ഇത് തന്നെ. എന്നിട്ട് അപ്പൊ ഇതെങ്ങാനും ചിന്തിക്കാതിരുന്ന ദൈവമേ കണ്ടന്റിന്റെ ഐഡിയ ഇല്ലാതായി പോവും. അങ്ങനത്തെ ഒരു ഇത്. സോ ഐ ക്യാൻ റിലേറ്റ് ടു വാട്ട് എവർ യു സെയിം. ഫീൽഡ് വേറെ ആണെങ്കിലും അതെല്ലാവർക്കും സെയിം ആണ്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ചില ആർട്ടിസ്റ്റുകൾ, ഞാൻ ഇങ്ങനെ നമ്മൾ കുറെ ഇന്ററാക്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പല ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വരയ്ക്കുന്നവരൊക്കെ ഒരു ഫുൾ ബുക്ക് മൂപ്പര് സ്കെച്ച് ചെയ്യുക. ചിലപ്പോൾ അവസാനത്തെ പേജിലാണ് മൂപ്പർക്ക് ആ ഐഡിയ റിഫൈൻ ആവുക. പക്ഷെ ആ ഫുൾ ബുക്കിൽ അവരെന്തോ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോരോ ഐഡിയ, ചിലപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ വ്യത്യാസവും ഒരു മരം മാത്രമേ ഉള്ളൂ. എനിക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷെ അതാണ് മൂപ്പരുടെ പ്രോസസ്സ്. മൂപ്പരിങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ അപർണ പറഞ്ഞ പോലെ ഈ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള കാര്യം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇപ്പൊ അവര് കുറെ ഐഡിയ കിട്ടും, ഇതിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം. അപ്പൊ അത് തന്നെ വേറൊരു ഐഡിയ അടിപൊളിയാ. ഇനിയിപ്പോ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യും, ഇങ്ങനെ ചെയ്യണോ, റീലായിട്ട് ചെയ്യണോ, ഇറങ്ങുന്നതിന് മുന്നേ അതൊക്കെ ആലോചിക്കണം. ഈ കോമഡിയിൽ ഏറ്റവും അധികം ആളുകൾ തമാശ രൂപേണ ചോദിക്കുന്ന കാര്യം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം വരുന്ന പിന്നീട് വളരെ പിന്നീടാണോ ഈ എപ്പിസോഡ് പൃഥ്വിരാജ് വരുന്ന എപ്പിസോഡ് പുള്ളി വരട്ടെ രാജേട്ടാ, ഞാൻ ചോദിക്കാം. നല്ല ടച്ച് വുഡ് നമ്മൾ എന്തിനാ ചെയ്യാറ്? ശരിക്കും ടച്ച് വുഡ് ചെയ്യുന്നത് കണ്ണ് കിട്ടാതിരിക്കട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ചോദിക്കില്ല. ഞാൻ കുഴപ്പത്തിലായി. അല്ല, അങ്ങനെയാണ്. കണ്ണ് കിട്ടാതിരിക്കട്ടെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാം. പിന്നെ ഇപ്പൊ ഞാൻ പറയാണ് പൃഥ്വിരാജ് വരട്ടെ, തഥാസ്തു, അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, തത്വമസി എന്താന്ന് എനിക്ക് അറിയത്തില്ല. തത്വമസി നേരത്തെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൂഗിൾ ചെയ്തിട്ടൊക്കെ ഇടയ്ക്ക് ഡബ് ചെയ്ത് കേട്ടാ കുഴപ്പമില്ല. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തമാശ രൂപേണ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഭയങ്കര ബിഗ് പ്രോബ്ലംസിനെ നമുക്ക് തമാശയായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാനും പക്ഷെ അത് ചിന്തിക്കാൻ കഴിവുള്ളവർ വേണം. ലൈക്ക് അതിൻ്റെ ആ അതർ സൈഡ് കണ്ട് സർക്കാസം ആണെങ്കിൽ സർക്കാസം ആണെന്നും ഇത് പറയുന്നത് തമാശ രൂപേണയാണെങ്കിൽ അത് തമാശ രൂപേണ പറയുന്നേ ഉള്ളൂ, പക്ഷെ ദാറ്റ്സ് എ സീരിയസ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാനുള്ള ഓഡിയൻസിലേക്ക് എത്തണം. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എപ്പോഴും തമാശയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യും. ഇപ്പം നമ്മളുടെ പഴയ സിനിമയുണ്ടല്ലോ സന്ദേശം എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് എന്ത് തമാശയായിട്ടാണ് പൊളിറ്റിക്സിനെ ഒരുപാട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ദാറ്റ് വാസ് നോട്ട് കോമഡി അല്ലേ, അവര് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ അവർ ആ രീതിയിൽ അവതരിപ്പിക്കുന്നു അല്ലേ. പക്ഷെ ആ സിനിമ കണ്ടതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തില് എനിക്ക് മനസ്സിലായി പൊളിറ്റിക്സിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത്. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. അതാണ് ഞാൻ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? അതായത് ഇതിന്റെ ഞാൻ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും കൂടുതൽ ചിന്തിച്ചിട്ടിരുന്നില്ല. പിന്നീട് ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് വായിച്ചത്, ഇപ്പൊ രാജകൊട്ടാരത്തില് രാജാവ് ചെറ്റയാന്ന് പറയാൻ പറ്റുന്ന ആള് വിദൂഷകനാണ്. കാരണം ബാക്കി ആരെങ്കിലും ഇത് പറഞ്ഞ അടി കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഡെമോക്രസിയിലും അത് ചെയ്യുന്ന ആളുകൾ, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത് മീഡിയ എന്നാണ്. മീഡിയ ഇസ് ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്നൊക്കെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അതെ, അപ്പം മെയിൻ സ്ട്രീം മീഡിയ ചെയ്യാത്ത അത് നടക്കാത്ത സ്ഥലത്താണ് ചിലപ്പോൾ സ്റ്റാൻഡപ്പ് കോമിക്സ് റീല് ചെയ്യുന്നവർ, ഇപ്പം അപർണയെ പോലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ ജേർണലിസം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്ന രാജാവ് ചിലപ്പോൾ നഗ്നനാണ് എന്ന് പറയാൻ ഇന്ന് ആ സ്പേസ് എടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പ് കോമിക്സിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ സിനിമയിലാട്ടെ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പം ഡെമോക്രസി വന്നപ്പോൾ അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനിങ് ദ പവർ, അല്ലെങ്കിൽ അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക് കൊടുക്കുന്നത്
നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ആർട്ട് ഫോമിനെ പറ്റൂ. കാരണം സിനിമ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ റിയാലിറ്റി ചെക്ക് നടത്തണമെങ്കിൽ എത്രയും 300 കോടിയുടെ റിയാലിറ്റി ചെക്ക് ഹൈ ആണ്, ചെക്ക് ഹൈ ആണ്. അതെ, ഇതിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൺട്രോൾ നമുക്ക് പറ്റുന്ന പോലെ അത് ചെയ്യാമല്ലോ. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പർപ്പസ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നിയിട്ടുള്ളത്, അത് ഞാൻ ഈ അടുത്തൊരു ക്ലൗണിങ്ങിൻ്റെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇപ്പം ഇന്ത്യയിൽ ക്ലൗണിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ റോഡിൽ വീഡിയോസ് റീൽസ് കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ക്ലൗൺ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ മോക്ക് ചെയ്തിട്ട്, അപ്പം ഇവരത് ചിലപ്പോൾ തോളിക്കയിടും, അങ്ങനെ പല രീതിയിൽ അവർ മോക്ക് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ത്യ പോലൊരു, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു സ്ട്രീറ്റ് ക്ലൗണിങ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് റഷ്യയിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലൗൺസ് വരുന്നത്. അപ്പം റഷ്യയിലൊക്കെ പൊളിറ്റിക്കൽ സിനാരിയോ ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പം അവിടെ നിന്ന് ഏറ്റവും ഗ്രേ. അപ്പം ഐ തിങ്ക് ഏറ്റവും ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു ഫിലിം മേക്കറാണ് ജാഫർ പനാഹി. അദ്ദേഹം തെഹ്റാൻ ഫിലിം മേക്കറാണ്, തെഹ്റാൻ ബേസ്ഡ് ആണ്. അപ്പോൾ അവർ അത്രയും ടഫ് സിറ്റുവേഷൻസിൽ നിന്നിട്ട് അവർ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് കോപ്പിംഗ് മെക്കാനിസം ഫോർ സം പീപ്പിൾ. ശരിയാ, ദാറ്റ്സ് ഗുഡ്. ഞാൻ അത് ചിന്തിക്കുമായിരുന്നു, സോറി കേട്ടോ, കുറച്ച് സമയം. അല്ല, ഈ ക്ലൗണിങ് അല്ല, പുതിയതായിട്ടൊരു കാര്യം തുടങ്ങുമ്പം എല്ലാവർക്കും പേടി കാണും ക്ലൗണിങ്ങിന്റെ. പക്ഷെ ക്ലൗണിങ്ങിന്റെ കാര്യം ഞാൻ ചിന്തിച്ചപ്പോഴാണ്, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതുപോലെ പബ്ലിക് ഇത് ചെയ്യുന്ന അതെ സ്ട്രീറ്റ് ക്ലൗഡിങ് ചെയ്യുന്നത്. അതില് ഒരു ഭാര്യ കൊച്ചിനെയും പിടിച്ചിട്ടുണ്ട്, കുറെ ബാഗ് പിടിച്ചിട്ടുണ്ട്, തോളിലൊരു ബാഗ്, ഭർത്താവ് ഫ്രണ്ടിൽ സുഖമായിട്ട് നടന്നു പോവാ. അത് ഇപ്പൊ ഒരു വെറുതെ ഒരാൾ വന്നിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങളാരാ എന്റെ കുടുംബത്തിലാണ്. പക്ഷെ ആ ക്ലൗൺ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, സിമ്പിൾ ആയിട്ട് അയാളെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതെടുത്ത് ഫുള്ള് കൈ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ അതൊരു ഫണ്ണി മൊമെന്റ് ആവുകയും ചെയ്തു. ബട്ട് കറക്ഷൻ ഹാപ്പൺ അല്ലേ, അത് അപ്പൊ അത് ലൈറ്റ് ആയിട്ട് പോവുകയും ചെയ്തു. അയാൾക്ക് പ്രശ്നവും വന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു. അതെ, അയാൾ എംബാരസ്ഡ് ആവില്ല, കാരണം അതൊരു ക്ലൗൺ ചെയ്തെന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ അയാൾക്ക് ഒരു റിയാലിറ്റി ചെക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു, ഞാൻ പറയുന്ന ഇമ്പാക്ട് വരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് റിയാലിറ്റി ചെക്ക് കൊടുക്കാൻ പറ്റുക. പിന്നീട് അത് അടുത്ത ദിവസവും അത് അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് മൂപ്പറുടെ ഉത്തരവാദിത്വം. അടുത്ത ദിവസം മൂപ്പർക്ക് ക്ലൗൺ നാളെ ബാക്കിൽ പോയി ഹലോ ഇനി പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ അതാണ് ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലൗണിങ്ങിലൊക്കെ അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ വരും. നമ്മൾ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വലിയ വലിയ കാര്യങ്ങളായിട്ടാണ്, പക്ഷെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു കാര്യങ്ങൾ റിയാലിറ്റി ചെക്ക് അവർക്ക് കൊടുക്കാറുണ്ട്. അതെ അതെ. ഇപ്പം റീസെന്റ് നടന്ന നമ്മളുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സംസാരിക്കുന്ന കുഴപ്പമില്ല. അതിലാണെങ്കിലും ഇപ്പം കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ സബ്വേ സർഫർ റിയൽ ലൈഫിൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് വരുന്നു. അത് കണ്ടപ്പോഴും ഞാൻ ഇതാണ് ചിന്തിച്ചത്, ഓക്കെ നല്ല, അതായത് എന്റർടൈനിങ് ആയിട്ട് കാര്യങ്ങളുടെ അവയർനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അങ്ങനെയാ ഞാൻ കാണുന്നത്. അപർണ പറഞ്ഞതിൽ ഇപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്വേ സർഫസ് ചെയ്യുന്നു. അതായത് ഓരോ കാലത്തും അതനുസരിച്ച് മാറും. പണ്ട് പ്ലക്കാർഡ് കാണിക്കുന്ന, ഇന്ന് ചിലപ്പോൾ ഏറ്റവും പൊളിറ്റിക്കലായ കാര്യങ്ങൾ നിങ്ങൾക്ക് മീമിൽ കാണാൻ പറ്റും. അപ്പം മീം ചെയ്യുന്നത് അത് മണ്ടം, അതായത് ഈ ആരൊക്കെയോ ഇങ്ങനെ ഭയങ്കര കുത്തക എടുത്തു വെച്ചേക്കുക. അതായത് ഇങ്ങനെ വലിയ 5 പേജ് എസ്സേ എഴുതിയാലേ ഇതിന് അധികാരമാകുള്ളൂ. ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ളപ്പോൾ അവരുടെ ആർട്ട് ഫോമിൽ അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ രീതിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ അത് ചെയ്യാമോ ചെയ്യരുത്, ഞാൻ വിശ്വസിക്കുന്നത് ചെയ്യാമെന്ന് തന്നെയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അതിലൂടെ പറയാനുള്ള കാര്യം ചെയ്യാം. അതാരാണോ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഭയങ്കര സീരിയസ് അല്ല എന്നൊക്കെ പറയാൻ മറ്റവർ അതെങ്ങനെയാണ് ആ ജഡ്ജ്മെന്റ് വരിക. TM കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസീഷ്യൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പൊറമ്പോക്ക് എന്ന് പറയുന്ന, അതായത് പൊറമ്പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലൊരു തെറിയാണ്. പക്ഷെ ആ തെറി എങ്ങനെയാ വന്നേ, അതായത് ഒരു അതായത് എന്താ ഒരു ബാരൻ ലാൻഡ് അല്ലെങ്കിൽ വെള്ളം പോകുന്ന ഒരു ചതുപ്പിനെയാണ് ഈ പുറമ്പോക്കെന്ന് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ തെറിയായി മാറി, അതുള്ളതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വരാത്തത്. അപ്പൊ അദ്ദേഹം ഈ പുറമ്പോക്ക് എന്ന് പറയുന്നത് ഇതിനെ വെച്ച് വളരെ ക്ലാസിക്കലായിട്ട് ഒരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എത്ര കേട്ടിട്ടുണ്ട് എനിക്കത്. അതായത് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ചെമ്പൈ സംഗീതോത്സവത്തിലും ഇങ്ങനെ ഇരുന്ന് വളരെ സീരിയസ് ആയിട്ട് ആളുകൾ പാടാവുന്ന മാത്രം കാര്യമാണെന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് TM കൃഷ്ണയെ പോലെ ഒരു ആർട്ടിസ്റ്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആവുകയായിരുന്നു. എനിക്കും ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരു ആർട്ടിസ്റ്റാണ് TM കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൽ ഈ പുറമ്പോക്ക് എന്നാണ് ആ പാട്ടിൻ്റെ പേര്.
അതിലൊരു വരിയിൽ മറ്റേ കേൾവി കേട്ട മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് വട സുടുവാൻ എന്ന് പറഞ്ഞ മൂപ്പര് പാടുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയും. അത് ക്ലാസിക്കൽ ഈണത്തിലാണ് വരുന്നത്, ഈ വട അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റീല് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കൂടെ ഇടാം പാട്ട്. അപ്പോൾ അങ്ങനെ അത് മൂപ്പരുടെ പൊളിറ്റിക്സ്, അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഓരോരുത്തർക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ അതിൽ നിന്ന് എല്ലാം എടുക്കണം നിർബന്ധമില്ല, അല്ലെങ്കിൽ മൂപ്പര് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ആർട്ടിനെ നമുക്ക് നല്ല ഇങ്ങനെ യൂസ് ചെയ്യാം, ഭയങ്കര സീരിയസ് ആയിട്ട് മാത്രം എല്ലാത്തിനെയും പ്രസന്റ് ചെയ്യണം എന്നില്ല. ഇല്ല മീമൊക്കെയാണ് ഞാൻ കാണുമ്പോൾ ഈ അടുത്ത് എനിക്ക് ചില മീമൊക്കെ കണ്ട് ഞാൻ ചിന്തിച്ചതിന്റെ അത്ര പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ റീസെന്റ് ന്യൂസ് ചാനലിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലെ ഈ മീംസും പേജുകളും പോസ്റ്റുകളും കണ്ടിട്ടാ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ ആ മന്ത്രി രാജിവെച്ചെന്ന് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിനകത്തുനിന്നാണ്. എല്ലാവരും ആയിരിക്കും, ഒരു വിഭാഗം ആളുകളായിരിക്കും, കാരണം നമ്മൾ ന്യൂസ് വെച്ചോണ്ടിരിക്കുകയല്ലോ ഫുൾ ടൈം. അതെ. അതുകൊണ്ട് എന്താണോ ഇപ്പൊ റെലവന്റ് ആയിട്ടിരിക്കുന്നത് അത് യൂസ് ചെയ്തിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ഫോളോയിങ് അപ്പ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, നമ്മള് ഈ ഫെയിം ഇൻവോൾവ് ആയിട്ടുള്ള ജോലികൾക്ക്, അതായത് ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഇപ്പോ എന്തായാലും സത്യമായിട്ടും ഫെയിം കിട്ടുന്ന ഒരു ടൈമാണ് ഡെഫിനറ്റ്ലി. സോ നമ്മളാണെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ നമ്മുടെ ജോലി ക്രാക്ക് ചെയ്യാൻ നോക്കുന്നു, നമ്മളൊരു ആർട്ടിസ്റ്റ് ആവാൻ നോക്കുന്നു. ആ സമയത്ത് ദർ ഇസ് ദിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിങ് അല്ലേ ഇൻ ടു ദ പിക്ചർ. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പാർട്ട് ഓഫ് ഫെയിം. പക്ഷെ വി ഹാവ് എ സ്റ്റാൻഡ്, എന്ത് വേണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു റൈറ്റ് ഉണ്ട്. പക്ഷേ ഹൗ ഡു യു ലുക്ക് ഇൻ ടു ദാറ്റ്, അതായത് ആസ് എൻ ആർട്ടിസ്റ്റ്? കാരണം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഐ തിങ്ക് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സാധനമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നത്. അപ്പം അതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. തമാശ രൂപേണ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പം ശബരിയുടെ ഒരു ആക്ടുകളിൽ കൂടുതലും മലയാളികളുടെ ഒരു നേച്ചേഴ്സ് ആണല്ലോ കൂടുതലും പറയുന്നത്. അത് ഭയങ്കര റിലേറ്റബിൾ ആണ്, ഭയങ്കര ഇതാണ്. അപ്പൊ നമുക്ക് റിലേറ്റബിൾ ആവണം എന്നുള്ള പ്രഷർ വരും. ചിലപ്പം ഇപ്പം എന്നെ പോലുള്ള ചിലര് ചിന്തിച്ചിട്ടുണ്ട്, തമാശ കൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഞാൻ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ പോലുള്ള ഓഡിയൻസ് ചിലപ്പം ചിന്തിക്കും ശബരിക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ കുറെ ഓഡിയൻസ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഈ സ്കിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹൗ ഡു യു ഡു ദാറ്റ്? സോ ഫസ്റ്റ് തിങ്, ഇപ്പോൾ ആസ് എ സ്റ്റാൻഡപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ഫണ്ണി ആണോ എന്നാണ്. നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും ചിന്തിക്കാറില്ല. ഞാനത് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവർക്ക് അത്രയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കൊരു ഫൺ തോന്നി, ജോക്ക് തോന്നി, ഞാനത് ചിലപ്പോൾ ജോട്ട് ഡൗൺ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് ആണ്, എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു ജേർണിയാണ്. ഇപ്പോൾ സ്റ്റാൻഡപ്പിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഇപ്പം ആദ്യം യു മേക്ക് യുവർ ഫ്രണ്ട്സ് ലാഫ് എന്ന് പറയും, ദെൻ യു മേക്ക് സ്ട്രേഞ്ചേഴ്സ് ലാഫ്, ദെൻ യു മേക്ക് ലൈക്ക് യു ഹാവ് സ്ട്രേഞ്ചേഴ്സ് ഷുഡ് പേ ടു ലാഫ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതായത് കുറച്ചുകൂടി ബാർ കൂടി, സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ചിരിപ്പിച്ചാൽ മാത്രം പോരാ, അവർ പൈസ കൊടുത്ത് നിങ്ങളുടെ ചിരിക്കാൻ വരണം എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4th or 5th സ്റ്റെപ്പായിരിക്കും എന്നെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പത്തിലെ നമ്മളെല്ലാവരും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ജോക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു ഇതെത്തുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി, ചിരിപ്പിച്ചാൽ പോരാന്നുള്ളതല്ല, ചിരിപ്പിച്ചാൽ മതി എന്നുള്ളതല്ല നമ്മുടെ ഗോള്. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കും. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ജേർണിയിൽ ഉള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മടിയുള്ളത്, ഇഫ് ദേ മേക്ക് എ മിസ്റ്റേക്ക് ദേ ആർ ഓൾ അഫ്രൈഡ് ടു ലൈക്ക് അഡ്മിറ്റ് ഇറ്റ്, വിച്ച് ഈസ് വെരി സാഡ്. ലൈക്ക് we all make mistakes. Unfortunately, ആർട്ട് എന്ന് പറയുന്നത് you should be ആ വൾണറബിലിറ്റി എടുക്കണം. അത് ഇപ്പം എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ, ഈ ഷോയിൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനും കുറേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളും ഇത് റിലീവ് ചെയ്യണം ഈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇച്ചിരി ഹാർഡുമാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടും നാളെ ഒരാൾ, എന്നെ സംബന്ധിച്ച് പേഴ്സണൽ വർക്ക് കൂടിയാണിത്. നാളെ ഇത് ഒരാൾ കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ അതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേട്ടിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഇത് ചെയ്യണം. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു, ബിക്കോസ് we all are like trying to hide behind a projected image. ഞാൻ ശരിയാണ്, ഞാൻ ഭയങ്കര ഐഡിയൽ പേഴ്സൺ ആണെന്നുള്ള ഒരു ഇമേജ് ജസ്റ്റിഫൈ ചെയ്തോണ്ടേ ഇരിക്കണം എപ്പോഴും. അപ്പൊ അതൊരു പുതിയ കാലത്ത് ഒരു പ്രഷർ കൂടിയാണ്. അത്ര പ്രഷർ എടുക്കാതെ ആർട്ടിനോട് ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും തോന്നുന്നു. അതെ, ഇപ്പൊ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു, നാളെ അത് തെറ്റായിട്ട് നമുക്ക് തോന്നും അല്ലേ? ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അയ്യോ ശരിയാണല്ലോ, അപ്പൊ അഡ്മിറ്റ് ചെയ്യുക, യെസ് ഐ എം സോറി, അല്ലേ? അത് കറക്റ്റ്. ഇപ്പം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഞാൻ സെൽഫിഷ്ലി ചെയ്യുന്ന കാര്യമാണ്. ഞാനത് വേറൊരാൾക്ക് വേണ്ടി പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി ആവുന്നതല്ല. ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ നല്ല ആയാലും, ഞാൻ എപ്പോഴും വിശ്വസിക്കും ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ബെറ്റർ ആയി കഴിഞ്ഞാലേ എൻ്റെ സ്റ്റേജിൽ ആളും ബെറ്റർ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ സ്റ്റേജിൽ ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റിഫ്ലക്ഷനാണ് ഞാൻ ഇപ്പുറത്തിടുന്നത്. അപ്പം ഈ ഹ്യൂമൻ ബീയിങ് വലുതായില്ലെങ്കിൽ ഇതും വലുതാവില്ല. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞു, ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ എക്സാമ്പിളാണ്, നമ്മൾ ഈ വഴി ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ വഴി ചോദിക്കുമ്പോൾ എപ്പോഴും വഴി ചോദിച്ചു, ചേട്ടാ മറ്റേ ഇന്ന സ്ഥലത്ത് പോകുന്ന വഴിയോടെ, അപ്പോൾ പറഞ്ഞാൽ മോനെ പോയിട്ട് റൈറ്റാ എടുത്തു പോവുക. അപ്പോൾ എൻ്റെ വൈഫാണ് ഒരു ദിവസം പറഞ്ഞത് അവിടെ താങ്ക് യു പറയണം. ശരിയാണോ, എന്നോട് ഇതാരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒരാൾ പറയുന്നു അത് കറക്റ്റാണ്, ഞാൻ ഇപ്പോൾ വളരെ കറക്റ്റായിട്ട് അത് പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വേറൊരാൾ പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല കാര്യമാണ് എടുക്കുക, അത്രേ ഉള്ളൂ. മോശം കാര്യമാണെങ്കിലും കേൾക്കുക, വേണ്ടെങ്കിൽ വേണ്ട, നമുക്കൊട്ടും പറ്റാത്ത കാര്യമാണ്, കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ക്രിറ്റിസിസം ഇസ് പാർട്ട് ഓഫ് ലൈഫ്, അല്ലാതെ ആർട്ടിന്റെ മാത്രം പാർട്ടല്ലല്ലോ. അതുകൊണ്ട് ക്രിറ്റിസിസം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് മനസ്സിൽ വെച്ച് വിഷമിക്കുക എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ പോഡ്കാസ്റ്റിന്റെ അടിയിൽ എനിക്ക് ഏറ്റവും അധികം നല്ല കമന്റ് കിട്ടിയിട്ടുള്ള ജയറാമേട്ടനായിട്ടുള്ള പോഡ്കാസ്റ്റ് ആണ്. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം പോയിട്ടാ നോക്കാം. എന്തെങ്കിലും ഓർക്കുമ്പോൾ ഒന്ന് വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം പോയിട്ട് നോക്കും. അപ്പോൾ അതിൽ നല്ല കുറേ കമൻറ്റ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ന് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഒരാൾ പറഞ്ഞു അത് ഭയങ്കര അനോയിങ് ആണ്. അപ്പോൾ ആളെന്താ ചെയ്തത്, എൻ്റെ വർക്ക് ബെറ്റർ ആക്കാൻ ഒരു സജഷനാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ എടുത്തു. ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് തല മാത്രം ആട്ടും, കോൺഷ്യസ്ലി ഞാൻ എൻ്റെ ആ വർക്കിൽ അത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ അതേസമയം മറ്റൊരു നെഗറ്റീവ്, വീർത്തു, ചീർത്തു, വണ്ണം വെച്ചു, അതും കൊണ്ട് എന്താണ് എൻ്റെ വർക്കിന് വ്യത്യാസം വരുന്നത്? ഇല്ല അല്ലേ? ഞാൻ സംസാരിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്റെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഹെൽത്ത് നോക്കാന്നല്ലാതെ ഒരാൾ എന്റെ ബോഡിയെ ഷെയിം ചെയ്യുമ്പോൾ എന്റെ വർക്കായിട്ട് ആൾക്ക് എന്ത് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ എന്റെ ബോഡിയും വർക്കും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഐ ക്യാൻ സേ. ഇപ്പൊ ഞാനൊരു ഫിറ്റ്നസ് കോച്ച് ആണെങ്കിൽ വേണമെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു വേറൊരു പ്രശ്നം എന്താ പറയുക, പറഞ്ഞു ഇപ്പം നമുക്ക് ഒരാൾ നമ്മുടെ കൾച്ചറിൽ ഒരാൾ അപ്രീഷിയേറ്റ്, നമ്മൾ പബ്ലിക്കലി അപ്രീഷിയേറ്റ് ചെയ്യുന്നേക്കാൾ പബ്ലിക്കലി ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൂടുതൽ. അത് ഇപ്പം എനിക്ക് അപർണയോട്, എനിക്കിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കിപ്പോൾ അപർണയെ അറിയാം, എനിക്ക് വേണമെങ്കിൽ അപർണയ്ക്ക് ഒരു വോയിസ് നോട്ട് അയക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM അയക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരാൾക്ക് സീരിയസ്ലി ഒരു ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇന്നുണ്ട്. ഇപ്പം എനിക്ക് അറിയാവുന്നവരോടൊക്കെയാണ് ഞാൻ പേഴ്സണലി പറയാണ്ട്, എനിക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഫസ്റ്റ് തിങ് എനിക്ക് കമന്റ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമന്റിന് ചിലപ്പോൾ ഇവരുടെ ഇതേക്കാൾ ഇത് കിട്ടും. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ്, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്, മറ്റേ ബൈക്ക് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അത് ആ ശ്രദ്ധയാണ്. നമ്മൾ പബ്ലിക്, ഞാൻ ഇവനേക്കാൾ വലുതാ, അത് അടിച്ചിടാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കുന്നു. ഇവനെ അടിച്ചിട്ട, ഞാൻ പലപ്പോഴും ഫ്രണ്ട്സൊക്കെ ഓട്ടിട്ടുണ്ട്, എൻ്റെ കമന്റിന് മറ്റേ കണ്ടന്റിനേക്കാൾ ലൈക്ക് കൂടുതൽ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് പീപ്പിൾ ആർ ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു അതിനടിച്ചിട്ട എനിക്ക് കുറച്ച് അറ്റൻഷൻ കൂടുതൽ കിട്ടുമല്ലോ. അപ്പം അതെനിക്ക് ഇച്ചിരി അത് വേണോന്ന് എനിക്കൊരു ഡൗട്ട് വന്നാറുണ്ട്. പകരം ഇപ്പൊ എന്ത് ഒപ്പീനിയനാണ് അപർണയ്ക്ക് DM എന്തായാലും അപർണ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇതാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ പൊതുവേ ഞാൻ ഈ കോർപ്പറേറ്റിലൊക്കെ കേട്ടേക്കുന്ന അപ്രീഷിയേറ്റ് ഇൻ പബ്ലിക്, ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, അങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മളാണ് അത് നമുക്കൊരു ഇഷ്ടമുള്ള വേ, നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് നാളെ നമ്മളെ ഇത് പറഞ്ഞതിന്റെ പേര് നമ്മളെ നിങ്ങളൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീൽ ഇറക്കാൻ പറ്റില്ല, സിനിമ. അപ്പൊ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇഫ് യു റിയലി മീൻ ഇറ്റ്, ഇപ്പം നിങ്ങളൊരു ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നോക്കാമെന്നുള്ളത്. പിന്നെ അപർണയ്ക്കൊക്കെ അറിയാലോ, അപർണ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവരും വേറൊരു കാര്യം നമ്മളൊക്കെ മറന്നു പോകുന്നത്, ഇത് ആളുകൾ പല അവസ്ഥയിലാണ് കാണുന്നത്. ഇപ്പം നമുക്ക് റീലടിച്ച് കമൻ്റ് അടിക്കുന്നവൻ ചിലപ്പോൾ വാഷ്റൂമിൽ ഇരുന്നായിരിക്കും കാണുന്നത്. അവനിത് പോവാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇത് അടുത്തത്. അപ്പം അല്ലെങ്കിൽ വേറൊരു മാനസികാവസ്ഥയിലൊക്കെ കാണുമ്പോഴേ അപ്പോൾ അവൻ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടന്റിന്റെ ഇടയിലായിരിക്കും ഇങ്ങനത്തെ സാധനമൊക്കെ വരും. അപ്പോൾ തോന്നണം
അതെ അതെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് ഒക്കെ, ഭയങ്കര രസമല്ലേ കമന്റ് സെക്ഷൻ, വായിക്കുന്നോണ്ടാണല്ലോ ഇത് ഓർത്തിരിക്കുന്നത് ഫുള്ള്. ഇതിപ്പോ എന്നാണ് അമ്മ പറഞ്ഞ കാര്യം, പണ്ട് കൊച്ചിലെ ഞാൻ ഇങ്ങനെ പറയും, മറ്റേ എന്നെ മറ്റേ കുരങ്ങെന്ന് വിളിച്ചു, അപ്പം അമ്മ പറയുന്നത് അവൻ കുരങ്ങെന്ന് വിളിച്ചാൽ നീ കുരങ്ങനാവോ, അതേ ചിന്തയുള്ളൂ. അതായത് അവന്റെ അങ്ങനെ പലതും പറയും. അത് നമ്മൾ എടുക്കാതിരിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ അന്ന് അമ്മ പറഞ്ഞ അതേ അഡ്വൈസ് തന്നെ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ആലോചിക്കുന്നത്. അവൻ മറ്റേ തടിയെന്ന് എന്നെയും ചെറുപ്പത്തിൽ ഇങ്ങനെ ആ തടിയൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ കുറച്ച് ചോറ് വയ്ക്കുമ്പോൾ മറ്റേ ഓ തിന്ന് തീർക്കാൻ മുടിക്കാൻ വന്നു, അങ്ങനെ അമ്മയോട് ഞാൻ ഇത്തിരി ചോറല്ലേ കൂടുതൽ വെച്ചോളൂ, അപ്പോൾ മറ്റേ അപ്പം അമ്മ അവനങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ആവണമെന്നില്ലല്ലോ എന്നുള്ള. അപ്പം അത്രേ ഉള്ളൂ. സത്യം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കോട്ട് ഓർത്തത്, അതും കൂടെ പറയണോ? അല്ല, മറ്റേ സൽമാ ഹൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നടിയില്ലേ, പുള്ളിക്കാരി പറഞ്ഞു മറ്റേ നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ വന്നിട്ട് ഒരാൾ കുറെ തെറി പറഞ്ഞിട്ട് പോയി, ചീത്ത പറഞ്ഞിട്ട് പോയി, മോശം കുറെ പറഞ്ഞു, നമുക്ക് മനസ്സിലാവില്ലല്ലോ, അപ്പൊ അതിനർത്ഥമില്ല. അപ്പൊ മോശം പറയുന്നത് നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ഉള്ളിലോട്ട് എടുത്തില്ലെങ്കിൽ, അതിനെ നമ്മൾ എന്തായിരുന്നു ഉൾക്കൊണ്ടില്ലെങ്കിൽ അതിനർത്ഥമില്ല. നമ്മളാണ് അതിനർത്ഥം കൊടുക്കുന്നവര്. അത്രയും കണ്ടാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മള് കോമഡി പറഞ്ഞു തുടങ്ങി എട്ടം വരെ എത്തിയല്ലേ. അത് ഇന്റലിജന്റ് ആളുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചളിയായിട്ട് വരാവേ. ഓ മൈ ഗോഡ്, ഞാൻ കുറച്ച് ചളിയായിട്ട് വരാം. ഞാൻ കുറെ സീരിയസ് ആയി പോയി. ഞാൻ ആദ്യം ശബരിയോട് പറഞ്ഞ എന്താണെന്നറിയോ, നമുക്കൊരു 80% കുറച്ച് ഫണ്ണാക്കാം, ഒരു 20% നമുക്ക് കുറച്ച് സീരിയസ് സംസാരിക്കാം പറഞ്ഞു. ആളുകൾ ചോദിക്കും ഇവിടെ 20%, ഇവിടെ 80 അത് കാണുന്നില്ലല്ലോ ഒന്ന്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞ് പോയാൽ മതി. ഓക്കെ, ഇത്ര നേരം പിന്നെ എന്താ പറഞ്ഞത്? പോഡ്കാസ്റ്റ്. അപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ കോൺവെർസേഷൻ. ആർക്കെങ്കിലും അറിയാമല്ലോ ഇതൊക്കെ. എന്നോട് എത്ര പേര് ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്താ ഇത് തമ്മിലുള്ള എത്ര വ്യത്യാസം, മൈക്കിലുള്ള വ്യത്യാസമാണോ എന്ന്. അതിനാണ് ഞാൻ മൈക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇരിച്ചത്. നോ, മൈക്കിലുള്ള വ്യത്യാസം അല്ല എന്നുള്ളത്. ഇത് പോഡ്കാസ്റ്റ് അല്ല, ഇന്റർവ്യൂ അല്ല, ഇത് അൺഫിൽറ്റർഡ് ബൈ അപർണയാണ്. ഇതൊരു പുതിയ ജോൺറാണെന്ന്. ഓക്കെ, വൺ മലയാളം സെലിബ്രിറ്റി ഹൂ കുഡ് സീക്രട്ട്ലി ഡു, അല്ലെങ്കിൽ ഹൂ യു തിങ്ക് ക്യാൻ ഡു സ്റ്റാൻഡപ്പ് കോമഡി. വൺ മലയാളം ആക്ടർ, ആക്ട്രസ്. ഞാൻ ആക്ച്വലി മറ്റേ ബേസിൽ ചേട്ടന് മെസ്സേജ്, ബേസ് ചേട്ടൻ ഈ അടുത്തൊരു ഇന്റർവ്യൂല് മറ്റേ ഒരു അവാർഡ് അക്സെപ്റ്റൻസ് സ്പീച്ച് ഉണ്ടല്ലോ മൂപ്പരുടെ, അതിന്റെ സാധനം പറഞ്ഞല്ലേ, അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഉണ്ട് ഇങ്ങനെ. എനിക്കത് ആക്ച്വലി ഒരു സ്റ്റാൻഡപ്പ് ആക്ട് പോലെയാ തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മേ ബി ബേസ്. പിന്നെ എനിക്ക് ഒരാളുടെ പേര് കൂടി പറയണം പെട്ടെന്ന് തൊട്ട്. ഐ റിയലി തിങ്ക് പൃഥ്വിരാജ്. ഓ നൈസ്. നല്ല റോസ്റ്റിംഗ് മാത്രമല്ല, ആസ് യു സെഡ്, അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര സ്മാർട്ടായിട്ട്. അതായത് ഞാനൊക്കെ ഇങ്ങനെ നമ്മൾ ഈ മേഖലയിലൊക്കെ നിൽക്കുന്നുണ്ട്, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, നമ്മൾ തീരുമ്പോൾ നമ്മൾ തുടങ്ങിയതും തീർന്നതും ഇനി അവർക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഞാനിങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ ഏറ്റവും ഈ ഇങ്ങനെ പോഡ്കാസ്റ്റ് ഉണ്ട് ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം സ്റ്റാൻഡപ്പിൽ നമ്മൾ ആ തോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ അൺഫിൽറ്റേർഡ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അപർണയ്ക്ക് മനസ്സിലായത്, ഇനി അതാണോ ആളുകൾക്ക് മനസ്സിലായത്. അപ്പം എൻ്റെ ആർട്ടിക്കുലേഷൻ ക്യാൻ ഗോ ടു വേ അറൗണ്ട്. ഈവൻ ദോ തോട്ടിന് പ്രശ്നമില്ല, തോട്ട് നമ്മൾ പറയാനുള്ള കാര്യം പറയുന്നത് നമുക്ക് അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ആ രീതിയിൽ വളരെ കറക്റ്റായിട്ട് ഇപ്പം പറയാൻ ഉദ്ദേശിച്ചതും നമുക്ക് മനസ്സിലാവുന്നതും, അറ്റ്ലീസ്റ്റ് എനിക്കൊക്കെ മനസ്സിലാവുന്നതും ഏകദേശം. മേ ബി പൃഥ്വിരാജ്. അതെ അതെ, എൻ്റെ കയ്യിലൊരു കോമഡി സ്ക്രിപ്റ്റ് ഉണ്ട്. ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ശരിക്കും, സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ചിരി എന്താ ഇപ്പം പറഞ്ഞു വരുന്നത്, മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നില്ല, ഞങ്ങളൊരു ബാർബർ ഷോപ്പിൽ കയറി എന്തായിരുന്നു എന്താ കഴിക്കാനുള്ള, അത് പറഞ്ഞു വരുമ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ചിരി വരത്തില്ലല്ലോ, അങ്ങനത്തെ സാധനം. ശരിയാ. വൺ തിങ് മലയാളീസ് ടേക്ക് വേ ടു സീരിയസ്ലി. ഒരു കാര്യം മലയാളികൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതായത് യു കാൺ ജോക്ക് അബൌട്ട് ഇറ്റ്, അങ്ങനെ ഫീൽ ചെയ്തിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എല്ലാവരുടെ മനസ്സിലൊരു ഇമാജിനറി ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു PDF ഉണ്ട്. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഉണ്ട്. അതിനെപ്പറ്റി തമാശ പറയാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾക്കത് തൃശ്ശൂരാ, വേറൊരാൾക്കത് തിരുവനന്തപുരം ആയിരിക്കും. അപ്പം എൻ്റെ ജില്ലയെ പറ്റി കുറ്റം പറയാൻ ഒരു പ്ലേസ് ഉണ്ടാവും. ഒരു ആക്ടർ നെയിം പ്ലേസ് അനിമൽ പോലെ ഒരു ആക്ടർ ഉണ്ടാവും. മോഹൻലാലിനെ പറ്റി ആരും പറയാൻ പാടില്ല. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ
ഈ PDF മനസ്സിലുള്ളത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോന്നാ. അപ്പൊ എങ്ങനെ പോയാലും നമ്മൾ അടി കൊള്ളും. അതാണ് എൻ്റെ പോയിന്റ്. അപ്പൊ ഞാൻ ഏറ്റവും സർപ്രൈസ് ആയിരിക്കുന്നത്, ഞാൻ ഒരിക്കലും ഒരു ചീത്തയും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ 100% ഉറപ്പിൽ വിശ്വസിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു റീലാണ്. എനിക്ക് എത്രത്തോളം വയസ്സായെന്ന് വെച്ചാൽ എനിക്ക് ഇഡലി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരു റീല്, ഒരു സ്റ്റാൻഡപ്പ് ട്രൂലി മലയാളിയുടെ കഷ്ണം. ഇതിന്റെ അടിയിൽ അതെന്താടാ നിനക്ക് ഇഡലി ഫാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് എനിക്ക് എത്രത്തോളം നമുക്ക് വയസ്സ് ആവുന്നു നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാ വെച്ചാൽ നമുക്ക് ഇഡലി ഇഷ്ടമാവും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ പറയാം എനിക്ക് പണ്ടേ ഇഡലി ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എന്താ വയസ്സില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കോമഡിയെ കൊന്നു എന്ന് മാത്രമല്ല, അതിന്റെ മേളിൽ കയറി ഇരുന്ന് പിന്നെ ബുള്ളറ്റിനൊക്കെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് തെറി കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അയക്കുന്നതിന്റെ പേര് രാഹുൽ 350cc എന്നൊക്കെയാ. അപ്പൊ ഇവന്റെ ഐഡന്റിറ്റി ആയിട്ട് ബുള്ളറ്റ് മാറി. ബുള്ളറ്റ് കമ്പനിക്ക് പോലും ഇത്രയും ബ്രാൻഡ്. രാഹുൽ 350cc എന്നോട് പറഞ്ഞ പാരച്ചറ്റ് ഓടിയിട്ടു, നീ കുറെ ആണോ. അപ്പൊ ഇവരുടെ ഐഡന്റിറ്റി ആയിട്ട് ഒരാൾ ഇതൊക്കെ എടുക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് ഡിഫറെന്റാ. പക്ഷെ മലയാളി ഇൻ ജനറൽ ഐ ഫീൽ ദാറ്റ് മലയാളീസ് ആർ സ്ലൈറ്റ്ലി ലൈക്ക് കൈൻഡ് ഓഫ് ഹിപ്പോക്രൈറ്റ് വേർ വി തിങ്ക് ദാറ്റ് ലൈക്ക് ഇപ്പൊ വേറൊരാൾ നമ്മളെ കളിയാക്കി നമുക്ക് അത്ര ഇഷ്ടം. നമ്മൾ ഭയങ്കര യൂണിറ്റി ആണല്ലോ നമ്മൾ പുറത്ത്, പക്ഷെ നമ്മൾ തന്നെ വേറെ ആളുകളൊക്കെ ലുക്ക് ഡൗൺ ചെയ്ത് കളിയാക്കുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ മലയാളികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, അത് ഇവിടെ ഇല്ല കേട്ടോ, പുറത്ത് പോയി കഴിഞ്ഞാൽ മലയാളികൾക്ക് മലയാളിയെ പറ്റി ഭയങ്കര മതിപ്പാ. അപ്പം അതിനെയൊക്കെ ഒന്ന് കളിയാക്കിയാൽ ഭയങ്കര മനസ്സിലായി. അതെ സത്യമാണ്. വാട്ട്സ് മോർ ഡിഫിക്കൽട്ട്, മലയാളി ഓഡിയൻസിനെ ചിരിപ്പിക്കുന്നതാണോ അതോ മലയാളി ഓഡിയൻസിനെ കൊണ്ട് ക്ലാപ്പ് ചെയ്യിപ്പിക്കുന്നതാണോ? ഓ അപ്പോൾ കിടിലം ക്വസ്റ്റ്യൻസ് വന്നോണ്ടിരിക്കും. ഈ ക്ലാപ്പ് ചെയ്യുന്നത് ഫണ്ടമെന്റലി അവർ അതിനോട് എഗ്രി ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ രാഷ്ട്രീയക്കാര് ഒരു കാര്യം പറയുമ്പോൾ എഗ്രി ആണ്, അതാണല്ലോ ക്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്തു. അതായത് ഇപ്പോ മറ്റേ മേ ബി മറ്റേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുക, ഐ ഓൾസോ എഗ്രി, പ്ലീസ് യു ആർ കറക്റ്റ്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെ ഒരു പരിപാടിയാണ്. അപ്പം എനിക്ക് ആഗ്രഹം ചിരിച്ചിട്ട് കൈയടിക്കുക എന്നുള്ള, അതാണ് എന്റെ ആഗ്രഹം. ആദ്യം നിങ്ങൾ അത് ശരിയാണ്, പിന്നീട് അത് ശരിയാണല്ലോ. നല്ല ചോദ്യങ്ങളെ ഞാൻ അതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം. പിന്നെ അല്ല, കേട്ടതില് ഇഷ്ടപ്പെട്ട ഒരു തമാശ, ലൈക്ക് മേ ബി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തമാശ ദാറ്റ് യു ഹാവ് ലാഫ്ഡ് എ ലോട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് യു വിഷ് ദാറ്റ് യു ആർ ദ ഒറിജിനേറ്റർ ഓഫ് ദാറ്റ് ജോക്ക്. മനസ്സിലായില്ലേ? ആ ജോക്ക് ഞാനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ കുറേ ജോക്ക് ഉണ്ട്. പക്ഷെ ഒരെണ്ണം ജോർജ് കാളിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡപ്പ് കോമിക്കിൻ്റെ ഒരു ജോക്ക് ഉണ്ട്, വേർ ഹി ഗോസ് ലൈക്ക് people who are driving faster than me is a maniac and people who are driving slower than me are stupid. അതായത് നമ്മളെക്കാൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നവന്മാര് പ്രാന്തന്മാരും റോട്ടിൽ പോകുമ്പോ എന്നെക്കാൾ പയ്യെ ഓടിക്കുന്നവൻ പൊട്ടനുമാണെന്ന്. I am a huge fan of George Carlin and George Carlinന്റെ ഈ ജോക്ക് ഞാൻ ചെയ്തിരുന്നതല്ല, പക്ഷെ this is where I believe that stand-up comics, people like George Carlin are modern philosophers. ഒരു ഫിലോസഫേഴ്സ് ആയിട്ട് ബുക്കൊക്കെ എഴുതി എന്താ തീരുന്ന ആളുകൾ ചിലപ്പോൾ ഈ രൂപം എടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ട് ജോർജ് കാളിൻ ആ രീതിയിൽ. പിന്നെ എനിക്ക് ഒരു ജോക്ക് കൂടി ആക്ച്വലി പറയണമെന്നുണ്ട്. അതൊരു മിച്ച് ഹെഡ്ബർഗിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരു ജോക്ക് തന്നെ. മിച്ച് ഹെഡ്ബർഗ് എന്ന് പറഞ്ഞിട്ട് വൺ ലൈനർ കോമിക് ഉണ്ട്. ഹി ഗോസ് സംതിങ് ലൈക്ക് എസ്കലേറ്റർ ഒരിക്കലും ഫെയിൽ ആവില്ല, കാരണം എസ്കലേറ്റർ ഫെയിൽ ആയാലും അത് സ്റ്റെപ്പ് ആയിരിക്കും. ഇനി ഇതിന്റെ കൂട്ടത്തില് എനിക്ക് വെക്കാവുന്ന, ഞാനിങ്ങനെ അതെനിക്ക് ജോക്കായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്, ഈ മിക്സ്ചറിന്ന് കപ്പലണ്ടി പറക്കി തിന്നുന്നതാണ് കപ്പലണ്ടി മേടിച്ച് തിന്നുന്നേക്കാൾ
നമുക്ക് ടേസ്റ്റ്. അതെ, അതെന്താന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. ജോക്കായിട്ടല്ല, മറ്റേ അതെ, ഇതുപോലെ ഫിലോസഫിക്കലായിട്ട് പറ്റിയ അതെ, ദിസ് ഈസ് മൈ മറ്റേ കോൺട്രിബ്യൂഷൻ ടു ദ ലെജൻഡ്സ്. ജോർജ് കാർലിൻ അല്ല, ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് എങ്ങും എനിക്കറിയില്ലല്ലോ ഈ പുള്ളിക്കാരന്റെ പേരൊന്നും. സോറി, ഐ എം സോറി, ഞാൻ ഇലിറ്ററേറ്റ് ആണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ദാറ്റ്സ് ദ ട്രൂത്ത് അല്ലേ. അപ്പൊ ഞാൻ ഓർത്തു സ്റ്റാൻഡപ്പ് ശബരി പറഞ്ഞതോ, ദാറ്റ്സ് ദ ട്രൂത്ത്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അറിവില്ലെങ്കിൽ അറിവില്ല എന്ന് പറയുക. അപർണ ഭയങ്കര മോഡസ്റ്റ്. അപർണ ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനല്ലേ. എനിക്ക് അറിവില്ല എന്നല്ല, ചില കാര്യങ്ങളിൽ എനിക്ക് അറിവില്ല, മനസ്സിലായില്ലേ. കംപ്ലീറ്റ്ലി റിഡിക്കുലസ് പേഴ്സൺ ആണ് ചില കാര്യങ്ങളിൽ. അങ്ങനെ നമ്മള് തള്ളിക്കളയരുത്. കാരണം ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ കൊണ്ട് ഞാൻ പറയത്തില്ല. ഇതിൽ വേറൊരു സത്യം കൂടി, വേറൊരു കോട്ട് കൂടി ഉണ്ട് കേട്ടോ, മറ്റേ ഇന്റലിജന്റ് പീപ്പിൾ നോസ് വെൻ ടു പ്ലേ സ്റ്റുപ്പിഡ്. യെസ്, ഞാനിത് വായിച്ചായിരുന്നു ഈ അടുത്ത്. എവിടെയായിരുന്നു നമ്മൾ ഒരുമിച്ച് വായിച്ചത്? ഏതോ കഫേലെ ഏതോ എവിടെയോ എഴുതി വെച്ചിരിക്കുന്നതാന്നൊക്കെ. ഞാൻ റീസെന്റ് ഇത് വായിച്ചത്. അപ്പൊ ഞാൻ ഓർക്ക് എന്താ വേണ്ട, അപ്പൊ ഞാൻ ഓർക്കുന്നത് ഞാൻ ഇന്റലിജന്റ് ആണല്ലോ. പക്ഷെ അതൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ആളുകളാകട്ടെ കൂടുതൽ ഈ ഇങ്ങനത്തെ ഈ കോട്ട്. ഞാനിങ്ങനെ ചില ആളുകളെ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ അതിനെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആളുകൾ ഞാൻ അങ്ങനെ പൊട്ടം കളിച്ച് രക്ഷപ്പെടാറുണ്ട്. അല്ല എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയൂ എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. അല്ലാതെ എനിക്ക് അറിയാത്തത് കൊണ്ട് അത് ഇൻവാലിഡേറ്റ് ചെയ്യാറുമില്ല ഞാൻ. അതായത് എനിക്കറിയില്ല എന്ന് വെച്ചാൽ അതിന് വാല്യൂ ഇല്ലാതാവുന്നില്ല, മനസ്സിലായി. ഐ എം സോറി, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ ആസ് യു റെസ്പെക്ട് ഹിം, വാട്ട് ഐ വാണ്ടഡ് ടു സേ വാസ്, ഈ ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞ സമയത്ത് നമ്മുടെ സ്റ്റാൻഡപ്പ് ശബരിന്നോ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേരുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് ശബരി നമ്മുടെ മിസ്റ്ററിന്റെ കോമഡി കൊണ്ട് വന്നതും എന്നെ സന്തുഷ്ടയാക്കിയതും എന്നാണ് പറയാൻ ഞാൻ വന്നത്, മനസ്സിലായോ. ഇത് പക്ഷേ ഞാൻ അപർണ ഇപ്പൊ കാണുന്നില്ല. അപർണ പണ്ടും എനിക്ക് തോന്നുന്നു അപർണ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന അല്ല ഒരു സംഭവമാണ്. അപർണ ഇങ്ങനെ അറിയില്ലെങ്കിൽ അതാണ് ഈ പറഞ്ഞ എക്സാക്ട് സംഭവം തന്നെയാണ്. അതായത് എനിക്കറിയില്ല എന്ന് കരുതി അത് മോശം അങ്ങനെ ഡിസ്മിസ് ചെയ്യുന്നവരുണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ മറ്റേ എന്താ പറയാ, ഇപ്പൊ ഈ അവാർഡ് പടം മൊത്തത്തിൽ മോശ, അവാർഡ് കിട്ടിയ പടം മോശ. നിങ്ങൾ ഒരു പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ഇതില്ല, മറിച്ച് അവാർഡ് പടം എല്ലാം മോശം, അല്ലെങ്കിൽ ഇന്ന ഒരു പരിപാടി പോഡ്കാസ്റ്റ് മോശം, അല്ലെ ജെൻസി പ്രൊട്ടസ്റ്റ് മോശം, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല, സോ മോശം. യു ഹാവ് ഓൾവേസ് ലൈക്ക് ഇതിന് മുമ്പ് എനിക്ക് ആ ഇന്റർവ്യൂവിൽ ഏതോ ഒരു ഇതിൽ ഓർമ്മയുണ്ട്, യു ഹാവ് സെഡ് ദാറ്റ് ലൈക്ക് ഞാൻ ആ ഇംഗ്ലീഷ് പടം എന്ന് പറഞ്ഞാൽ പക്ഷെ ചില പടങ്ങളൊക്കെ നല്ലതെന്ന് കേൾക്കാറുണ്ട്. യു ഗീവ് ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പർപ്പസ്ഫുള്ളി പഠിച്ചെടുത്തൊരു ശീലമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എപ്പിസോഡിൽ അനന്തരാമൻ പുള്ളി ഏത്തിസ്റ്റാ. he doesn't believe in God or anything like that. പക്ഷെ ഞാൻ ബിലീവറാണ്, ഞാൻ റിലീജിയൻ അല്ല, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്ന് വെച്ച് പുള്ളിയുടെ ഒപ്പീനിയൻ മോശമാണെന്നോ, പുള്ളിയുടെ ഒപ്പീനിയൻ മോശമാണെന്നോ അല്ലെങ്കിൽ പുള്ളി ദൈവത്തെ വിശ്വസിക്കണമെന്നോ ഞാൻ പറയത്തില്ല. അത് നമ്മൾ പർപ്പസ്ഫുള്ളി പഠിച്ചെടുക്കണം. കാരണം എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്. എനിക്ക് ഒപ്പീനിയൻ ഉള്ള പോലെ ശബരിക്കുണ്ട്. ശബരി ഞാൻ പറയുന്നതിനെല്ലാം 100% യോജിക്കാനും പറ്റത്തില്ല, എന്റെയും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ തലയ്ക്കകത്തുള്ള കുറെ പ്രശ്നങ്ങൾ മാറും. സത്യമായിട്ടും അതെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്, പഠിച്ചെടുക്കാൻ പറ്റും. പുതിയ കോഴ്സ് അതെ, തലയിലെ ഭാരം എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ. മുടി വെട്ടിക്കളഞ്ഞ നല്ലത് പറഞ്ഞെല്ലാം തീർന്നു. മലയാളം ജോക്സിൽ അല്ലെങ്കിൽ മലയാളം സിനിമ ആയിക്കോട്ടെ, മലയാളം മീഡിയത്തില് ഉള്ള ഒരു ക്ലീഷേ ദാറ്റ് യു തിങ്ക് ഇനി അത് വേണോ, ഈ ടിവിയില് അല്ലെങ്കിൽ പൊതുവെ ഉള്ളൊരു ജോക്ക് എന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കുന്ന തമാശകളുണ്ട്. അത് മടുത്തു, എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തു. വേറെ ഒന്നുമല്ല, അതിപ്പോൾ അതിൻ്റെ പല വേരിയേഷൻസ്, അതിൻ്റെ OG വേർഷനൊക്കെ കേട്ട് നമ്മൾ കിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടി എന്നാണ് അതൊക്കെ കേട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുള്ള തമാശയായിരുന്നു. നമ്മുടെ മലയാളത്തിലൊരു നടന്റെ മെയിൻ ഐറ്റവും അതായിരുന്നു. പണ്ടത്തെ സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമകളിൽ. അപ്പോൾ കുറെ കഴിയുമ്പോൾ ഇതിൻ്റെ വേർഷൻസ് വരുമ്പോൾ ഇത് ആദ്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ
പക്ഷെ ഇത് ഈ ചാനൽസിലൊക്കെ ഉള്ള കോമഡീസിലാണ് കുറേ കേൾക്കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇവരൊക്കെ പ്രഷറൈസ്ഡ് ആണല്ലോ, ഇങ്ങനെ ഒരു 5 മിനിറ്റ് സ്കിറ്റ് ഉണ്ടാക്കണം. അപ്പം ഒരെണ്ണം ഇങ്ങനെ പറയാം, അതെനിക്ക് ഭയങ്കര ബി ഇഫ് യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. സെക്കൻഡ് തിങ് മേ ബി ഈ കൈൻഡ് ഓഫ് ഫാറ്റ് ഷെയ്മിങ് ജോക്സ്. അല്ലെങ്കിൽ പിന്നെ എനിക്കും തോന്നിയേക്കുന്ന വേറൊരു ഈ അടുത്ത് തോന്നിയ ഒരു സംഭവമാണ് ഈ വെഡ്ഡിങ്ങിൻ്റെ ജോക്സിലൊക്കെ ഭർത്താക്കന്മാർ സഹിക്കുന്നതായിട്ട് ഇതുണ്ട്. എൻ്റെ ഈ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു പ്രൊഡ്യൂസർ എൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ ഐ ബിലീവ് ഇൻ ദാറ്റ് ലൈക്ക് യു ക്യാൻ ഐദർ ചൂസ് ഇറ്റ് ഓർ നോട്ട്, ബട്ട് സംഹൗ all the like marriage jokes are somehow the butt of the joke is like basically saying that it's because you got married and stuff maybe if you can. അത് ഈ ഒരു അമ്മാവൻ അതൊരു വല്ലാത്ത അത് മടുപ്പ അത് യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്തോളൂ. പക്ഷെ ഒരു അമ്മാവൻ ജോക്കായി ഇപ്പൊ നമുക്കൊക്കെ ഈ വെഡിങ്ങിൽ കാണുമ്പോൾ പിന്നെ നീ പെട്ടല്ലോ അതൊരു ഈസി ലാഫാണ്. പക്ഷെ അത് ചിലപ്പോ ഭാര്യക്ക് ഹേർട്ട് ആവാം. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ജെൻഡർ വെച്ചിട്ട് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് കോമഡി വരുന്നത്? അത് യൂസ് ചെയ്യേണ്ട പോലെ അതാണ്. അത് അതിൽ ഇനിയും ജോക്കില്ലെന്നല്ല, പക്ഷെ അത് മേ ബി എല്ലാവരും അതൊരു ഭയങ്കര സ്റ്റീരിയോ ടൈപ്പായിട്ട് വെക്കുമ്പോഴേ പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നാമത് കല്യാണം തന്നെ വലിയ പാടാണ്. രണ്ടുപേർക്കും കോഞ്ഞാട്ട ആയ പരിപാടിയാണ്. അതാണ് പ്രശ്നമാണ്, രണ്ടുപേർക്കും പ്രശ്നം. അല്ലാതെ ഒറ്റ ഒരാൾക്കായിട്ട് പ്രശ്നം വരുന്ന ഒരു കല്യാണം ഇല്ല. സന്തോഷമാണ് രണ്ടുപേരും സന്തോഷം, അങ്ങനെയാണ് കല്യാണം. അത് മനസ്സിലാക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചോളം മൈ ജോക്സ് വിൽ ബി ലൈക്ക് വെഡിങ്ങേ ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ രണ്ടുപേരും സഫർ ചെയ്തിട്ട് ഉണ്ടാവും. അതിന് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ ഒരു നേച്ചറിൽ വേറൊരു വീട്ടിൽ വരും. അപ്പം ആ സ്ട്രഗിളൊന്നും കാണാതെ ഇവൻ്റെ ലൈഫ് പോയി. ഇപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഫ്രണ്ട്സിനോട് പറയാറുണ്ട് ചിലപ്പോൾ ഇപ്പം നമ്മൾ ടർഫിലൊക്കെ ക്രിക്കറ്റ് കളിക്കും ഇപ്പം കാണൽ കുറഞ്ഞു പോകും, കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ വേർഷൻസ് ഉണ്ട്. പക്ഷെ ചിലർ ഇത് പറയുന്ന ഇത് ഒരു ഐഡിയ ഇല്ല, നമ്മൾ പേഴ്സണലി ഒന്നും അറിയില്ല, പക്ഷെ കല്യാണം കഴിച്ചാൽ തന്നെ പെടും. എന്നിട്ട് കഷ്ടപ്പെട്ടായിരിക്കും ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇനി ഞാൻ പെട്ടു. അയ്യോ, that's true. Finish this sentence. A Malayali will always dash. Malayali will always. Oh, tough questions. You can say love Mohanlal and Mammootty. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. Okay. മനസ്സിലായില്ലേ? Malayali will always will carry that ഒരു shared feeling for Malayali. ഡിപ്ലോമാറ്റിക് സത്യമാണത്. അതായത് നമ്മൾ എവിടെ പോയാലും ആ ജോക്ക് ഉണ്ടല്ലോ, നാട്ടിൽ എവിടെയാന്ന് ചോദിക്കുന്ന പോലെ എവിടെ പോയാലും നമുക്ക് ആ ഒരു ഷെയർഡ് ഫീലിംഗ് ഉണ്ടെന്ന്. അതെ, ഞങ്ങൾ ഇപ്പൊ നമ്മള് ഓരോരുത്തരത്തൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേറൊരു മലയാളിയെ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, 4 ദിവസത്തേക്കായിരിക്കും ആ രാജ്യത്തോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ പോയിരിക്കും, പക്ഷെ ഒരു മലയാളിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അത്ര സന്തോഷം തോന്നാറില്ല. ഞാൻ ചില ബോട്ടിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ തായ്ലൻഡിലൊക്കെ പോയിട്ട് ബോട്ടിൽ കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഇതുമില്ലാതെ ഉടുപ്പൊക്കെ ഊരി കുറെ അപ്പൊ അവിടെ മോളെ ഞാനും കൂടി കേറട്ടെ വന്നു ഇവിടെ. പക്ഷെ അങ്ങനെയല്ല, ഇൻ ജനറൽ നമുക്ക് മനസ്സിലായി, അതൊരു തമാശ രീതിയിൽ അതിനെ കാണുന്നു അങ്ങനെ. ഓക്കെ, ഫൈൻ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇഫ് സ്റ്റാൻഡപ്പ് ശബരിയുടെ അല്ലെങ്കിൽ ശബരീഷ് നാരായണന്റെ ജീവിതത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വുഡ് ഇറ്റ് ബി? എൻ്റെ ഇതുവരെയുള്ള ലൈഫിന് ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ചുമ്മാ വേണമെങ്കിൽ ഞാനൊരു ക്ലീശ ചോദ്യമാണ് ഇതൊരു ക്ലീശ ചോദ്യമാണ്. എനിക്ക് ഫ്രഷ് ആയിട്ടാ തോന്നി, ഞാൻ അധികം ഇന്റർവ്യൂ അതെന്താണെന്നറിയോ, ഇന്റർവ്യൂ പോവാത്തോണ്ടാണ്. അങ്ങനെയല്ല, ഇന്റർവ്യൂ കണ്ടാലും കേൾക്കാം. അതല്ല, ഇപ്പം ശബരിയുടെ ജീവിതം ഒരു സിനിമയാക്കുവാണെങ്കിൽ ആ സിനിമയ്ക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കും എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കാറുള്ളത്. അത് ഞാൻ കുറച്ച് മാറ്റി ചോദിച്ചു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ വ്യത്യസ്ത? ഒരു ടൈറ്റിൽ ക്യാൻ ബി കൂടുതൽ ചിന്തിക്കേണ്ടത്. സംതിങ് ഐ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ടു മൈസെൽഫ്. പക്ഷെ നടക്കാറില്ല, അത് തന്നെ ഞാൻ കൂടുതൽ ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതായിരിക്കും മേ ബി കാരണം ഞാൻ ഒരുപാട് സ്ട്രെസ്. ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ കൊച്ചിയിൽ ഇങ്ങനെ സ്റ്റാൻഡപ്പ് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ ശരിയായി, ഞാൻ എപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്ത, അപ്പം ഇഫ് ഐ ഹാവ് ടു ലുക്ക് ബാക്ക് ആൻഡ് സേ ടു മൈസെൽഫ് ഓൾസോ ഐ വിൽ സേ ദാറ്റ് നമ്മൾ കുറെ കാര്യം ചെയ്യുക, റിസൾട്ട് നമ്മുടെ കയ്യിലില്ല. കാരണം ഇതിനൊരു സെറ്റ് പാത്തില്ലല്ലോ പറഞ്ഞാൽ. അതായത് ഇപ്പം പാട്ടുകാർക്കാണെങ്കിൽ അറിയാം, ചിലപ്പോൾ ഇപ്പം പണ്ടത്തെ ഒരു നോഷനാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു നോഷൻ ഉണ്ടല്ലോ, ഇതിൽ അതുപോലും ഇല്ല. അപ്പോൾ ഉള്ള ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. അപ്പം അത്രയും
ഇത് സഫർ ചെയ്ത് വരുമ്പോൾ മേ ബി ഐ ഫീൽ കൂടുതൽ ചിന്തിക്കേണ്ട കുഡ് ബി എ ടൈറ്റിൽ. ദാറ്റ്സ് ഗുഡ്. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പണ്ട് ഒത്തിരി പേര് ആങ്കർ ആവുന്നത് എങ്ങനെയാ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ ഒരു സക്സസ്ഫുൾ ആങ്കർ ആണോ എന്ന് എനിക്കറിയത്തില്ല മോളെ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേരോട്, അറിയില്ല ഏതെങ്കിലും ഒക്കെ ചാനലിന് മെസ്സേജ് അയക്കുക, ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് പോവാം, ഞാനും അയക്കും, എന്നെയും വിളിക്കട്ടെ പറഞ്ഞിട്ടുണ്ട് പറയാനോ. ആൻഡ് ദിസ് ഇസ് എ ഗുഡ് ടൈറ്റിൽ. കൂടുതൽ ചിന്തിക്കണ്ട, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വാട്ട് വുഡ് യു റാദർ, അതാണ് ഇനി സെഗ്മെന്റ്. ഓക്കെ, പെർഫോം ഫോർ 5,000 സൈലന്റ് പീപ്പിൾ ഓർ 50 പീപ്പിൾ ലാഫിങ് അൺകൺട്രോളബിൾ. അതായത് 5000 ഒന്നും ചെയ്യാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന, എന്ത് ചെയ്താലും ഇതൊക്കെയാണോ കോമഡി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി 5000 പേരുണ്ടേ, ദേ വിൽ ബി പേയിങ് ഓൾസോ. അതാണോ അതോ 50 പേര് എന്ത് പറഞ്ഞാലും ചിരിക്കും, ചുമ്മാ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, കണ്ടു കഴിഞ്ഞാൽ അവര് പൈസ കൊടുത്താന്ന് തോന്നുന്നു, അമ്മ തിരിച്ചിരി 50 പേര് ചിന്തിക്കാൻ എന്തിരിക്കുന്നു. കാരണം അതിലെന്താ അറിയോ, ഞാൻ ഈ ഷോ ലൈവ് വന്നപ്പോൾ ഒരാൾ വന്നിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഇപ്പം ഈ ഷോയ്ക്ക് ഇങ്ങനെ മാസ്ക് വെച്ചിട്ടൊക്കെ വന്നിരുന്നു. അപ്പം ഞാൻ ഓർത്തു, നിങ്ങൾ ചിരിക്കുന്നത് നമ്മൾ കാണാതിരിക്കാനാണോ മാസ്ക് വെച്ചേക്കുന്നത്, ഇത് വേണ്ട എല്ലാവർക്കും ചിരി. പക്ഷെ പുറത്ത് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആക്ച്വലി മൂപ്പര് ഒരു ക്യാൻസർ പേഷ്യൻ്റ്. അപ്പം ഹീ സെഡ് ഹി യൂസ് ടു വാച്ച് ദ വീഡിയോസ് ആൻഡ് ഹി വാണ്ടഡ് ടു കം ഫോർ ലൈവ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ മറ്റേ ഞാൻ തമാശക്ക് എനിക്ക് അറിയില്ലല്ലോ, ഒരു കുഴപ്പമില്ല, സി ഐ വാണ്ട് ടു ബി ട്രീറ്റഡ് ദ വേ നോർമൽ പീപ്പിൾ, സോ ദാറ്റ്സ് വൈ ഐ കെയിം ഫോർ യുവർ ഷോ ആൻഡ് ഐ ആം സോ ഗ്ലാഡ്. അവരുടെ വൈഫ് ഉണ്ടായിരുന്നു, ഹി സെയ്ഡ് ലൈക്ക് ഇത് എത്ര ഇമ്പാക്ട്ഫുൾ ആണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ തുടങ്ങിയത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, സംഹവ് ഇൻ ദ മിഡിൽ ഞാൻ ഈ വ്യൂസിൻ്റെയും അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി. അതായത് സ്വാഭാവികമാണ്, അതൊക്കെ ഒരു ബിസിനസിന്റെ സൈഡ് കൂടിയാണല്ലോ, ഇതൊക്കെ ഒരു ഷോ ബിസിനസ് എന്ന ആസ്പെക്റ്റിൽ അതെല്ലാം വരുന്നുണ്ടല്ലോ. പക്ഷെ ഇതായിരുന്നു, ദിസ് സംതിങ് വി വാണ്ടഡ്. ഇതിനൊക്കെ വേണ്ടി ഞാൻ തുടങ്ങിയത്. കാരണം ആർക്കെങ്കിലും ഒരു ലൈഫിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോം. അപ്പോൾ ഈ 50 ചിരിയാണ് എന്നെ സംബന്ധിച്ചോളം 5000 അത്ര ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസയേക്കാളും വലുതല്ലേ. അങ്ങനെ ചില സ്ഥലത്തൊക്കെ നോയും പറയേണ്ടി വന്നിട്ടുണ്ട് റിയൽ ലൈഫിൽ. കാരണം വേറൊന്നുമല്ല, ഇപ്പം അങ്ങനത്തെ ചില ഷോസിലൊക്കെ എന്ന് വെച്ചാൽ 5000 പേര് ചിരിക്കോ ചിരിക്കില്ലേ നമുക്ക് പോയാലല്ലേ അറിയുള്ളൂ. പക്ഷെ ചില സെറ്റിങ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അത് വേണ്ട, ചിലത് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് EMIയുടെ സാഹചര്യത്തിൽ. പക്ഷെ അല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഷോ ബിസിനസിന്റെ ഒരു ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൈസ നോക്കി പോകും, വ്യൂസ് നോക്കി പോകും, ഓഡിയൻസ് നോക്കി പോകും, എല്ലാം നോക്കി പോകും. പക്ഷെ ഇനീഷ്യലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയതെന്ന് ചിന്തിക്കുമ്പോൾ ഈ റൂട്ട് കോസ് ഇതായിരിക്കും, അല്ലെ, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ശരിയാ. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ, ഞാൻ തുടങ്ങുന്ന എനിക്ക് ഫസ്റ്റത്തെ ഷോ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ മൈക്കിൽ 2 പേരേ ഉള്ളൂ. അത് കഫേയുടെ ഓണറുടെ ഫ്രണ്ടുമാണ്. അപ്പം ഈ ഓണറുടെ ഫ്രണ്ടിന് ഒരു ഫോൺ വന്നു ഞാൻ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പം മൂപ്പര് ഇങ്ങനെ കാണിച്ചു, ഞാൻ പോസ് ചെയ്തു, മൂപ്പര് തിരിച്ചു വന്നിട്ട് ഞാൻ പഞ്ചലയും പറഞ്ഞു. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും ഒരു ഇതും. അതായത് ഞാൻ എപ്പോഴും ആലോചിക്കും, മറ്റേ ലോണൊക്കെ അടച്ച് മറ്റേ വീടിൻ്റെ ആധാരം എടുത്തിട്ട് വേണം ഈ വീട്ടിലൊന്നിരിക്കാൻ. ഇപ്പോഴാണ് നമ്മുടേതാണ് എന്നൊരു തോന്നൽ. അപ്പൊ അങ്ങനെ ലോണൊക്കെ ആധാരം തിരിച്ചെടുത്താലേ നമുക്ക് അങ്ങനെ, അതാണ് എൻ്റെ ഈ പ്രോബ്ലം. ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന ചിലര് വീടെടുത്തു, ഞാൻ ഹാപ്പിയാ, ലോൺ അത് അടഞ്ഞു പൊക്കോളും എന്ന് ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഞാനൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ടേക്ക് എന്റെ സന്തോഷം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുക. അതാ എന്നോടും കൂടി ഞാനും കൂടി പറയുന്നു. കൊള്ളാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, തമാശ പറയുന്നവർക്ക് ജീവിതത്തിലെ പല പല പേഴ്സ്പെക്റ്റീവ്സ് പറയാനുണ്ടാവും എന്നുള്ളത് സത്യമാണ്. സത്യമായിട്ടത് ഞാൻ കണ്ടതിൽ എൻ്റെ അടുത്ത് സുരാജ് അഞ്ഞാറമ്മൂടില്ലേ, നമ്മളുടെ സുരാജേട്ടൻ ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുമാണ്, ഏറ്റവും അധികം ചിരിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ഏറ്റവും അധികം ചിരിക്കുന്നവരോ മനസ്സിൽ ഭയങ്കര വിഷമം വെച്ചിട്ടുള്ളവരായിരിക്കും എന്ന് എൻ്റെ അടുത്ത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ഹേർട്ടായി. ഹേർട്ടായി എന്നല്ലെങ്കിൽ കരച്ചിൽ വന്നു എന്ന് കേട്ടപ്പോഴത്തേക്കിന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചളിച്ചോദ്യം ചോദിക്കുന്ന ആളാണ്. അപ്പൊ സുരാജേട്ടൻ അത് ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഇപ്പൊ പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അടുപ്പിച്ച് 3 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പല സിനിമയ്ക്കായിട്ട്. അപ്പൊ പുള്ളി എന്നെ ഓർത്തിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ എന്തോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് പുള്ളിയുടെ അച്ഛനെ ഓർമ്മ വന്നു ആ ക്യാരക്ടർ ചെയ്തപ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായി. അപ്പൊ അത് കേട്ടുണ്ടായി ഞാനങ്ങ് ഭയങ്കര ഇമോഷണൽ ആയപ്പോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാ, എന്ന് വെച്ചാൽ ഒത്തിരി ചിരിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ചിരിക്കുന്നവരോ, ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന
ചിരിക്കുന്ന പുള്ളി, കാരണം പുള്ളി കണ്ടിട്ടുണ്ട് ഞാൻ കിടന്ന് കണക്കാന്ന് ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞത്, അപ്പൊ ഞാൻ ചിന്തിച്ചു ശരിയാണ്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒത്തിരി അധികം തമാശ പറയുന്നവർ ഭയങ്കര വിഷമമുള്ളവരായിരിക്കും. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ചിരിക്കുന്നവരും കോപ്പിംഗ് മെക്കാനിസം ആണ്. എക്സാക്ട്ലി. കാരണം ഇപ്പം നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കരയത്തോ അങ്ങനെയൊന്നും, അപ്പം നമ്മൾ ഈ തമാശ പറഞ്ഞ ആക്ച്വലി നമ്മൾ ഇതുമായി എന്താ അതിനുള്ള ഇംഗ്ലീഷ് താതാത്മ്യപ്പെടുക എന്നൊക്കെ പറയില്ല, അതായത് ഇതുമായി പൊരുത്തപ്പെടുന്ന പോലത്തെ അവസ്ഥയാണ്. അല്ല, എനിക്ക് ആ വേർഡ് അറിയില്ല, അല്ല ഇംഗ്ലീഷ് വേർഡ് കിട്ടുന്നില്ല, മലയാളം വേർഡ് കിട്ടുന്നില്ല. വി ആർ ട്രൈങ് ടു ലൈക്ക് കോപ്പ് അപ്പ് വിത്ത് ഇറ്റ് ദ സിറ്റുവേഷൻ. അപ്പോൾ യെസ്, അപ്പോൾ അതാണ് ആ പരിപാടി. അപ്പൊ ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ജോക്ക് പുറത്ത് കാണുമ്പോൾ ആളുകൾ അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇത് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ നിന്ന് ചിരി വരും. എനിക്ക് ഭയങ്കര സങ്കടമുള്ള സമയത്തായിരിക്കും എനിക്ക് ചെറിയ കാര്യങ്ങളും ഭയങ്കര ചിരി വരും. അത് ഞാൻ ദൈവം സഹായിച്ച ദൈവം നല്ലൊരു ക്വാളിറ്റി, അതിനെ നല്ലതായിട്ടാണ് കാണുന്നത്, ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അത് ഭയങ്കര ട്രൂ ആ. കാരണം ഇപ്പം ശബരിയുടെ ഓഡിയൻസിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു പുള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, പുള്ളി എന്തുകൊണ്ട് അത്രയും ചിരിക്കുന്നത്? ബിക്കോസ് ഹീസ് ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. അതുകൊണ്ട് ജഡ്ജ് ചെയ്യാതെ ശബരി പറയുന്ന കാര്യത്തെ കോമഡി ആക്കി എടുത്ത് ഹീസ് ലാഫിംഗ് ടു. അല്ലേ? അതെ. ഓൾസോ ഈ ഷോയിൽ നമ്മൾ പറയുന്നത് ഐ ഓൾസോ ബിലീവ് ദാറ്റ് കോമഡി ഈസ് ട്രാജഡി പ്ലസ് ടൈം ഇൻ എ വേ. ദ ഗുഡ് വൺസ്, ഇപ്പൊ ചാർലി ചാപ്ലിൻ എന്താ പറയുക, ഏറ്റവും ഈ ഫാക്ടറി റെജിമെന്റ് കൈൻഡ് ഓഫ് ലൈഫിലാണ് കോമഡി കണ്ടെത്താൻ നിൽക്കുന്നത്. അപ്പോൾ അതല്ലേ അതിന്റെ ഭംഗി. കാരണം നമ്മൾ കല്യാണ വീട്ടിലേക്കാൾ ഏറ്റവും ടെൻഷനുള്ള സ്ഥലങ്ങളിൽ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴുള്ള തമാശകളാണ് അങ്ങനെ വരും. Okay, would you rather roast politicians for a year or roast your own family forever? Politicians for a year അല്ലേ? Sure. ഒരു വർഷത്തേക്ക് റോസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടല്ല, ബേസിക്കലി they need accountability. അപ്പം അത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയത്തല്ലേ കാണുള്ളൂ, അടുത്ത ഇലക്ഷൻ അല്ലാതെ പലരെയും കാണുള്ളൂ. അപ്പം ഇവരെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് അവരുടെ അക്കൗണ്ടബിലിറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ റോസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഫാമിലി നമ്മളങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ പോണേ, അല്ലാതെ അതൊരു സേഫ് ആൻസർ ആയതുകൊണ്ട്. പൊളിറ്റീഷ്യൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേതാകുമ്പോൾ ഇഞ്ചിഞ്ചായി ചാവും, ഇതാകുമ്പോൾ അവർ തല്ലിക്കൊന്നു. എനിക്ക് ഒറ്റയടിക്ക് അതാണ് എനിക്കതാ ഇഷ്ടം. ശബരി മിസ്സിംഗ് ആണെങ്കിൽ ഞാനല്ല ഉത്തരവാദിത്തം. ഓക്കെ, only crowd work forever or only scripted jokes forever? ഇത് ടഫാണല്ലോ. ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ രണ്ട് ചെയ്യാറുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റഡ് ജോക്സൊക്കെ എനിക്കൊരു ഈ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു തീമിൽ ഒരു 1 hour ഷോ ചെയ്യുന്നതാണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അതായത് ട്രൂലി മലയാളി എന്ന് വെച്ചാൽ ഇപ്പം ട്രൂലി മലയാളി ആ ടോപ്പിക്കിൻ്റെ അകത്തൊരു 1 hour ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് വേറെ എയ്ഡുകളില്ല, പാട്ടില്ല. അപ്പോൾ 1 hour ഒരു സാധനം എഴുതുന്നത് അത് ഭയങ്കരമായ ഞാൻ ആ സംഭവം കണ്ട് ഒരുപാട് ആളുകളുടെ അങ്ങനെ 1 hour ഒരാൾ ഒരു തോട്ട് ഇട്ടിട്ട് വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രൗഡ് വർക്ക് നമ്മൾ എന്തായാലും എൻ്റെ ഷോയിൽ ഞാൻ അത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മറ്റേ ക്രൗഡ് വർക്ക് ഇപ്പം ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള അത് മോശമെന്നല്ല, എനിക്ക് ചിലപ്പോൾ അത് ബോറടിക്കാറുണ്ട്. അതായത് ഈ രണ്ടുപേര് വരും മോക്കി എന്നല്ല, ഇപ്പം വന്ന എല്ലാവരും നിങ്ങളെവിടെന്നാ എഞ്ചിനീയറാ എന്നിട്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു, എൻ്റെ പർപ്പസിൽ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്നു എന്നുള്ളത് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ആസ്പെക്റ്റിൽ ഞാൻ ഇത് ചൂസ് ചെയ്യും. സ്ക്രിപ്റ്റഡ് ജോക്സ് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അതെ. പക്ഷെ 4 hour എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. But still, if ഇത് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓപ്ഷൻ വന്നാൽ you will choose that. Good. Okay. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ അത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മലയാളികൾ ഏറ്റവും അധികം ചിരിക്കുന്നത് എന്ത് കാര്യം പറയുമ്പോഴായിരിക്കും? ട്രേഡ് സീക്രട്സ് വേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ജനറലൈസ് ചെയ്തോളൂ, ജോക്സ് പറയുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ. അങ്ങനെ അറിയില്ല, ചുമ്മാ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുക? എനിക്ക് തോന്നുന്നു എനി ഓഡിയൻസ് ഫോർ ദാറ്റ് മാറ്റർ ഓഫ് ഫാക്ട്. ലൈക്ക് ഇപ്പം ഞാൻ യുഎയിൽ കുറച്ച് ഇംഗ്ലീഷ് ഷോസ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ബുൾഷിറ്റ് നേരത്തെ സ്മെല് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു മേഖലയിലുള്ള പൊതുവെ എനിക്ക് മലയാളം ആ രീതിയിൽ ഫാർ ഹെഡാണ്. ചില ടെഡ് എക്സ് ടോക്കിലൊക്കെ ഞാനും
ഈ പെർഫോം ചെയ്യാണല്ലോ ഞാൻ പോകുന്നത്. ചിലരുടെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്ന പിള്ളേർ പറയുന്നുണ്ട്, ഇപ്പം ആരുടെ ഒരു സ്പീച്ചിൽ ഇങ്ങനെ അവർ തുടങ്ങുമ്പോൾ there was a one girl who was very എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെംപ്ലേറ്റ്. അപ്പൊ ഇവര് പറയുന്നു അവസാനം നീ ആയിരിക്കും എന്നിട്ട് പിന്നെ 15 മിനിറ്റ് ഇവര് ഈ കൺവിക്ഷനിൽ ഇത് പ്രസന്റ് ചെയ്യുക. പക്ഷെ സൈഡിലുള്ള എല്ലാവരും സ്മെൽ ദ ബുൾഷിറ്റ് വേ ഹെഡ്. അപ്പം നമ്മൾ ഏറ്റവും ബ്രൂട്ടലി നമുക്ക് എത്രത്തോളം റിയാലിറ്റി ആയിട്ടോ ട്രൂത്ത് ആയിട്ടോ, ഞാൻ ഫാക്റ്റ് എന്ന് പറയില്ല, ഐ മീൻ ട്രൂത്ത് ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് എപ്പോഴും എല്ലായിടത്തും വർക്കായിട്ടുള്ളൂ. എപ്പോഴൊക്കെ ഞാൻ ഫേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരെന്നെ അടിച്ച് താഴ്ത്തിട്ടുണ്ട്. അതെ, അവര് ബ്രൂട്ടലി ഓണസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഇതിലെ ഒരു കാര്യം. അതെ അതെ, ടെംപ്ലേറ്റ് ആയിട്ട് എനിക്കത് ഓർത്തപ്പോ ചിരി വന്നു. ശരി, ഞാൻ ഒത്തിരി പേരുടെ ഇതിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റുമെന്ന് അവരെ കുറിച്ച് തന്നെ പറയാൻ എന്നുള്ളത്. ഈ കഥയുടെ തുടക്കത്തിൽ പെൺകുട്ടി ഉണ്ടാവും, അവള് ഭയങ്കര, അല്ലെങ്കിൽ ഒരു ചെക്കൻ ഉണ്ടാവും. അയ്യോ സോറി കേട്ടോ, അങ്ങനെ കളിയാക്കാൻ പൈസ കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ടെഡ്എക്സ് സ്പീക്കിങ്ങിന്റെ മാത്രമല്ല, മൊത്തത്തിൽ ഇങ്ങനെ മറ്റേ ഇൻസ്പിറേഷണൽ ജേർണി പറയുന്ന സമയത്തും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വന്തം കഥ പറയുന്ന സമയത്തും ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് തേർഡ് പേഴ്സൺ ആയിട്ട് സ്വന്തം കഥ പറഞ്ഞിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ ഈ കുട്ടി വളർന്നു വലുതായി അപർണ കൈയടിക്കുന്ന ഇപ്പോൾ ഓൾറെഡി ലോസ്റ്റ് യു. അങ്ങനെ പിന്നെ ചില സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ അവരുടെ ഇന്ററാക്ഷനിലൊക്കെ അവർ ഫേക്ക് ചെയ്യുമ്പോഴേ എനിക്ക്, ഞാൻ സ്റ്റാൻഡപ്പ് അല്ല, ജനറൽ ഓഡിയൻസ്, ഐ തിങ്ക് നമ്മൾ ഓഡിയൻസ് അണ്ടർമൈൻ ചെയ്യരുത്. അവർ ദേ സ്മെൽ ബുൾഷിറ്റ് വേ ഹെഡ് ഓഫ് യു. അപ്പം ചിലരത് എന്നിട്ടും അവിടെ ചെന്ന് സ്കീം ഇറക്കുന്നവരെയാണ്. പിന്നെ വേറെ ചില കൂട്ടരുണ്ട് കേട്ടോ ഓഡിയൻസിന്റെ ഇടയ്ക്ക്, ഒഴുക്കിനെതിരെ നീന്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും 1+1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലല്ല 3 ആണെന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട്, ചുമ്മാ. മനസ്സിലായില്ലേ? അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ ഒഴുക്കിനെതിരെ എല്ലാവർക്കും നീന്താനും പേടിയ, ചിലവര് നല്ല സിനിമയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരെ ഭയക്കും, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ഉണ്ട്. അത് ഇപ്പം ശബരിയുടെ ഒരു ആക്ട് കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു, എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിരി വന്നില്ല, ഞാനും ചിരിക്കാം. അങ്ങനെ ചിരിക്കുന്നവരും കാണും. മനസ്സിലായില്ലേ? അല്ലേ? ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എല്ലാരും എങ്കിൽ പിന്നെ കുറ്റം പറഞ്ഞേക്കാം, അല്ലേ? അല്ലെങ്കിൽ എല്ലാരും എങ്കിൽ പിന്നെ നല്ലത് പറഞ്ഞേക്കാം, ഇതിൽ വരില്ല, അങ്ങനെ. മനസ്സിലായില്ലേ? ഓൺലൈനിലാവുമ്പോ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ലൈവ് ഷോയില് പറ്റുന്നില്ലല്ലോ. ഒരു ഇതുണ്ടല്ലോ, പീപ്പിൾ വിൽ സപ്പോർട്ട് യു വെൻ ഇറ്റ്സ് പോപ്പുലർ ഇനഫ് ടു സപ്പോർട്ട് യു. ഇപ്പം CJPയുടെ മൂവ്മെന്റ് പോപ്പുലർ ഇനഫ്, ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല, പക്ഷെ അത് പോപ്പുലർ ഇനഫ് ആയപ്പോഴാണ് അതിന്റെ സപ്പോർട്ട് കൂടിയത്. എല്ലായിടത്തും അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചോദിച്ചല്ലോ, ഈ ഷോബിസിൽ ഏറ്റവും ഇതെന്താ വെച്ചാൽ, ഇത് ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാവുന്ന വളരെ നല്ലൊരു ആർട്ട് ഫോമായിട്ട് കണ്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും വരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തും ഇതിൻ്റെ ബിസിനസ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്, അവരിതിൽ ഇത് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാവരും മനസ്സിലാക്കുന്ന, നമ്മളേറ്റവും വർക്ക് ചെയ്യുന്നത് ആളുകൾ ചിരിപ്പിക്കാനാണ്. അതൊക്കെ മറന്നിട്ട് ഒരാൾക്ക് എങ്ങനെ പണിയാം അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ലെവലിലേക്ക് എല്ലാ മേഖലകളിലും വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഈ പീപ്പിൾ, ഐ ബിലീവ് ദാറ്റ് ഇപ്പോൾ സിനിമ കാണുകയാണെങ്കിൽ ആളുകളുടെ ചുറ്റുമുള്ള ഒപ്പീനിയൻ എടുക്കുന്ന, അത് കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് പയ്യെ നിർത്തിയ, ഐ മീൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തത് ക്ലൗഡ് ഫോളോ ചെയ്യാതെ. ഇപ്പം റിവ്യൂസിന്റെ കാര്യം പറയുമ്പോഴും അങ്ങനെ, ഈ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ച് ബ്ലൈൻഡ് ആയിട്ട് അവിടെ ഇരിക്കും ആളുകൾ. അയാള് മോശമാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അയാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയത്തില്ല. അയാൾ കണ്ടിട്ട്, അയാൾ പൈസ കൊടുത്ത് കണ്ടിട്ട് അയാൾക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അയാൾ പറയട്ടെ. പക്ഷെ അത് കണ്ടിട്ട് കാണണോ വേണ്ടതെന്ന് നമ്മൾ എന്തിനാ തീരുമാനിക്കുന്നത്? നമ്മൾ കണ്ടു നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായം പറയുക. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് കാര്യത്തിനും നമ്മുടേതായ ഒരു ഒപ്പീനിയൻ തിങ്ക് ചെയ്യുന്ന, ഫോം ചെയ്യാൻ നമ്മൾ മറ്റുള്ളവർ സഹായം എടുക്കാം, അല്ലെങ്കിൽ പക്ഷെ അതുകൊണ്ട് ഇപ്പം പല ആളുകളും ഇപ്പൊ ഇന്ന ആളിങ്ങനെ പറഞ്ഞു, അപ്പൊ അതാണ് ശരി എന്ന് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. അതെ അതെ, അതാണ് എന്താ ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് എന്നെ ഒത്തിരി പേര് ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSCയുടെ പ്രശ്നം നടന്ന സമയത്ത് നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരുന്നത്. ഐ എം സോറി അബൌട്ട് ദാറ്റ്. അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എന്താ പറയാ, അത് ശരിക്കും അൺഫോർച്ചുനേറ്റ് ആണ്. യെസ്, ഐ ഡിഡ്ന്റ് റിയാക്ട്.
ബിക്കോസ് ഞാൻ അറിഞ്ഞില്ല. എന്താ ഇറ്റ് വാസ് ഇൻ പോപ്പുലർ എനഫ്, എനിക്ക് എത്തിയില്ല, എൻ്റെ അടുത്ത് എത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ടും റിയാക്ട് ചെയ്യാതിരിക്കുന്നത് ഇസ് ബാഡ് അല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. അല്ല, ഇത് ഈ ഇതിന് കണക്ട് ചെയ്തിട്ട് അപർണ ജസ്റ്റ് പറയാം. ഇപ്പം ഈ ഇതായിട്ട് എനിക്ക് വന്നൊരു മെസ്സേജ് മേ ബി നഴ്സുമാരുടെ, ഞാൻ ആക്ച്വലി നഴ്സസ് ഡേക്ക് ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ നഴ്സുമാർ എന്തുകൊണ്ടാണ് മാലാകമാരായിട്ട് കാണുന്നത്? ബിക്കോസ് അവർ സാലറി കൂടുതൽ ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കാം, അതുകൊണ്ടാണ് അവരെ മാലാകമാരെന്ന് വിളിക്കുന്നത്. അതായത് ഒരു ജോലിയെ നമ്മൾ ഇപ്പം ഭയങ്കരമായിട്ട് അതിനെന്താ പറയുക, ലേബർ ഓഫ് ലവ് എന്ന് പറയും. ആ ജോലി ലേബർ ഓഫ് ലവ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ സാലറി കൂടുതൽ ചോദിക്കണ്ടല്ലോ. അതാണ് നമ്മുടെ അതെ, പുണ്യപ്രവൃത്തിക്ക് ശമ്പളം ചോദിക്കുന്നത് ശരിയല്ലോ. അപ്പൊ അവർക്കും കൂടി ആ കുറ്റബോധം അടിച്ചു കൊടുക്കണം. അതായത് നാളെ ശമ്പളം കൂടും. അപ്പൊ ഈ വീഡിയോ ആണ് ഞാൻ നഴ്സസ് ഡേക്ക് ഇട്ടത്. പക്ഷെ ഈ വീഡിയോക്ക് എന്തുകൊണ്ട് റീച്ച് ഇല്ല? കാരണം അന്ന് നിങ്ങൾ ദിസ് വാസ് നോട്ട് കൂൾ ഇനഫ് ഫോർ യൂട്യൂബ്. ഞാൻ ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ആ കടപ്പുണ്ട് ആ വീഡിയോ. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഞാൻ ബിക്കോസ് എനിക്ക് അറിയാവുന്ന, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് നേഴ്സ് ഉണ്ട്. എഗെയിൻ ഞാനത് നഴ്സുമാരുടെ സമരം എന്ന് പറഞ്ഞാൽ എനിക്കിത് പേഴ്സണലാണ്, ആ കാര്യം എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. അപ്പം ഞാൻ അപ്പം ആ ഇതിൽ തന്നെ നമ്മൾ അവരെ വല്ലാതെ മാലാകമാരാക്കുന്നതുകൊണ്ടാണോ അവർ വിദേശത്തേക്ക് പറന്നു പോകുന്നത്? കാരണം അവിടെ നഴ്സിംഗ് ഒരു ജോബാണ്, ഒരു കരിയറാണ്. ഇവിടെ ഇതൊരു മാലാക. എല്ലാ ബ്രാൻഡുകളും ഇടുന്നത് ഏഞ്ചൽസിന് സല്യൂട്ട്, സല്യൂട്ട് മാത്രമേ ഉള്ളൂ, ചോദിക്കരുത്. അതെ അതെ. അപ്പൊ ആ രീതിയിൽ അതാ പറഞ്ഞേ, ഈ ആളുകൾ ക്യൂ ചെയ്ത് മറ്റുള്ളവരുടെ ഡിസിഷൻ ഒപ്പീനിയൻസ് ഫോം ചെയ്യാൻ ആളുകൾ ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇനിയുള്ള എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മൾ അത്തരത്തിൽ ക്യൂവിൽ വീണ് പോരുത്. ആളുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാവൂ എന്നുകൂടി ആളുകൾ പറഞ്ഞു തരും. സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മാലാകമാർക്ക് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ ഇപ്പം ഞാൻ അതിൽ സല്യൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ചെറ്റയില്ലേ? ഞാൻ പറയുന്നത് എന്താ, സല്യൂട്ട് വേണ്ട, ശമ്പളം കൊടുക്കൂന്നാണ് ഞാൻ പറയുന്നത്. സല്യൂട്ട് ഞാൻ കൊടുത്തോളാം, ശമ്പളം കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ സല്യൂട്ട് കൊടുക്കണ്ടെന്ന് പറയുന്നതിന്റെ കാരണം, സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ പേര് വിചാരിക്കും അതാണ് സല്യൂട്ട് കൊടുത്തല്ലോ, അതാണ് ഞാൻ സല്യൂട്ട് കൊടുക്കണ്ടെന്ന് പറയുന്നത്. അത് എൻ്റെ ഒപ്പീനിയനാണ്. പക്ഷെ നമ്മൾ സല്യൂട്ട് കൊടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് ക്യൂ ചെയ്യപ്പെടുകയാണ്. പിന്നെ അതൊരു ഇതിട്ടാൽ ഞാൻ കൂളാകും എന്ന് കണ്ടാൽ മാത്രമേ ചിലര് അതൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ, എല്ലാം പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇപ്പം എല്ലാം പിന്നെ ഇത് പറയുമ്പോ അത് പറഞ്ഞില്ല. അതെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇഫ് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അതെ, ഓക്കെ. അപ്പം നമ്മള് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാകുമ്പോ എപ്പോഴും സിഗ്നൽ വരണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഭയങ്കര വർത്താനക്കാരിയായതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് എടുത്തത് 2.5 മണിക്കൂറായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു. അത് പിന്നെ ഞാൻ ഷസാമിന്റെ കൂടെ ആദ്യത്തെ റിലീസായ എപ്പിസോഡ് ഷസാമിന്റെ കൂടെ ആയിരുന്നു. അത് 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും 1 മണിക്കൂറാകുമ്പോൾ സിഗ്നൽ വരണമെന്ന്. അപ്പോൾ 1 മണിക്കൂറായി സിഗ്നൽ കിട്ടി. അവസാനത്തെ ചോദ്യമാണ് അത്. ഞാൻ എല്ലാവരോടും ഗസ്റ്റുകളോടും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ശബരിയെ ലൈഫിൽ ഏറ്റവും അധികം ചേഞ്ച് ചെയ്തിട്ടുള്ള, ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ശബരി ആവാൻ സഹായിച്ച എന്തും ആകാം, അങ്ങനെ ഒരു ബുക്ക് അല്ലെങ്കിൽ സിനിമ, ഒരു 5 minutes ഓഫ് യുവർ ലൈഫ്, പേഴ്സൺ, ഒരു മെമ്മറി, ഒരു കോമഡി, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഷെയർ ചെയ്യാമോ? ഓ ഷുവർ. ഇതിലൊരു ഇൻസിഡന്റ് പറയാം. ബുക്ക് ഫസ്റ്റ് അല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇത് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഇതിലും റിട്രോസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എൻ്റെ ഫാദർ ഹി റിയലി വാണ്ടഡ് ടു ബി എൻ ആർട്ടിസ്റ്റ്. മൂപ്പര് വയലിൻ വായിക്കായിരുന്നു. അപ്പം അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവത്തിന് ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, ഞാൻ അന്ന് വയലിൻ പഠിക്കുന്ന കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാൻ സ്റ്റേജിൽ എത്തേണ്ട ഒരാളായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം എന്തോ കാരണം കൊണ്ട് അത് വിറ്റ് ടൈപ്പ് റൈറ്റർ വാങ്ങിയാണ് അന്ന് സ്റ്റെനോഗ്രാഫറായിട്ട് ജോലിക്ക് കയറിയത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം, മോനെ നീ പഠിച്ച് വേഗം ജോലി വാങ്ങും, അതാണ് നടക്കുന്നതെന്നാണ് അച്ഛൻ ഉദ്ദേശിച്ച കാര്യം. പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയത് ഒരാൾക്ക് ചേസ് ചെയ്യാൻ പറ്റാത്ത, ഒരാൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തൊരു ഡ്രീം, ആ ഫെയിലിയർ ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അതായത് നമ്മൾ എടുക്കാത്ത മേഖലയിൽ ഇപ്പോൾ കോർപ്പറേറ്റിലെ ആളുകൾക്ക് വേദന വരുന്നത്, ഞാനൊരു ഫെയിൽഡ് കോമിക് ആണെങ്കിൽ ഞാൻ തിരിച്ച് കോർപ്പറേറ്റിൽ പോയിരുന്നാലും എനിക്ക് സമാധാനമുണ്ട്. പക്ഷെ ഞാൻ കോർപ്പറേറ്റ് ഇരിക്കുമ്പോൾ ശ്രമിക്കാത്ത, നമുക്ക് പോകാത്ത മേഖലകളിലൂടെ
ആ യാത്രയാണല്ലോ നമുക്ക് ഏറ്റവും വിഷമം തരിക. എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പിനേക്കാളും ലോകത്ത് എന്തിനേക്കാളും ഏറ്റവും വലിയ വിഷമം നമുക്ക് ഈ വഴി പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷമമാണ്. അതൊരു വലിയ പെയിനാണ്. അപ്പം ഞാൻ അത് റിട്രോസ്പെക്റ്റീവ് കാണുമ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറയാൻ ഉദ്ദേശിച്ചത് ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മേ ബി എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ഇത് തന്ന ഒരു എനിക്കിത് ട്രൈ ചെയ്യണം തോന്നിയപ്പോൾ എന്നാൽ ഐ ഷുഡ് ട്രൈ മൈ ഓൾ ദ വേ. ബിക്കോസ് എന്ന് എനിക്ക് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് മേ ബി അതാണ്. അത് അച്ഛൻ അറിയാതെ ചെയ്തതാണ്. അച്ഛൻ പിന്നീടും ഇപ്പോഴും പറയാറുണ്ട് മോനെ ജോലിക്ക് പോകുന്നു. പക്ഷെ അതാണ് സ്ട്രൈക്ക് ആയത്. അതെ അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ആയത്. അപ്പോൾ ഞാനിപ്പോൾ പറയും ബീങ് എ സക്സസ് ആഫ്റ്റർ 8 years ഓഫ് കോമഡി എനിക്ക് വിൽക്കാൻ വയലിൻ പോലും ഇല്ല. അപ്പൊ സ്റ്റാൻഡപ്പ് വയലിൻ ആർട്ടിസ്റ്റ് വയലിനും വിൽക്കാം, നമ്മൾ എന്തെടുത്ത് വിൽക്കും എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ അതൊരു ഇൻസിഡന്റ് ആയിട്ട് ഈ ഷോ എനിക്ക് ഭയങ്കരമായിട്ട് കോർ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമത് ഒരു ഫിലിം, ഇത് ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ക്വിക്ക്ലി ഫിലിം ഓർ ബുക്ക്. അല്ല, അത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അല്ല, ഞാനൊരു സംഭവം കൂടി പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്, അത് മറന്നു. നല്ലൊരു ഉത്തരവായിരുന്നു. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അണ്ണൻ കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കുന്നു. ഇല്ല, എന്നോട് ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസിഡൻറ്റ്, മേ ബി ഇത് അറിയില്ല, ഇൻസിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കും എനിക്കിപ്പോഴും കോംപ്ലിമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ല. അത് അങ്ങനെ നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളോട് പറയും കൊക്കിലൊതുങ്ങുന്നേ കൊത്താവൂ, അങ്ങനത്തെ കോട്ട്സ് ആണല്ലോ. മാത്രല്ല ഇപ്പം നീ ചെയ്തത് നല്ലതാ, അതെ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നിനക്ക് അഹങ്കാരം. അതെ 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 മനസ്സിലായില്ലേ? അതെ അതെ അതെ. അപ്പം നമുക്കത് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഐ ഫീൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ പ്രോബ്ലം ഓഫ് ഒരു, ഞാൻ മിഡിൽ ക്ലാസ് പറയുന്ന ഫിനാൻഷ്യലി അല്ല, പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ, അതായത് നന്നായി ചിന്തിക്കുന്നവർ ഒരു ടോപ്പ് ക്ലാസ് ആണെങ്കിൽ അതിന് താഴെ നിൽക്കുന്നവർക്കുള്ളൊരു ഞാൻ അത്തരത്തിലൊരു സെക്ടറിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് കോംപ്ലിമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല. എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോൾ അപർണ ഈ വലിയ ഇൻ്റർവ്യൂ ഒക്കെ തരുമ്പോൾ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് മതി വേറെ എന്തെങ്കിലും പറയാൻ എനിക്കും അറിയില്ല എന്നുള്ളതാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ദോ ഐ ജെനുവിൻലി ബട്ട് ഐ ഡോണ്ട് നോ. ആൻഡ് ഇത് ഞാൻ ഈ അടുത്ത് എൻ്റെ അമ്മ ഇങ്ങനെ ഒരു വീട്ടിലൊരു ഫ്രണ്ട് വന്നിട്ട് അവൻ ഫുഡ് കഴിച്ചു. അപ്പം ഫുഡ് കഴിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, ആൻറ്റി ദോശ നല്ലതായിരുന്നു, എന്തായിരിക്കും നിങ്ങളുടെ നോർമൽ റിയാക്ഷൻ? യൂഷ്വലി ആളുകൾ താങ്ക് യു. എൻ്റെ അമ്മ പറയുന്നത് മോന് വിശക്കുന്നുണ്ട് അത് തോന്നുന്നതാണ്. അപ്പോൾ ഷീ ഈസ് ഓൾസോ നോട്ട് യൂസ് ടു ടേക്കിംഗ് കോംപ്ലിമെൻറ്റ്. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഐ നെവർ ഫെൽറ്റ് ഐ ആം ഇനഫ്. അപ്പം അത് മേ ബി കോമഡിയിലൊക്കെ ഇപ്പം എന്നെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല. ഒരു ഹോട്ട്സ്റ്റാറിലൊരു ഷോ വന്ന് ഞാൻ ഹാപ്പി അല്ല. 10 ഷോനെ പറ്റി ഐ ഫീൽ നെവർ ഇനഫ്. അത് നമ്മളെ അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാ മനുഷ്യരും, നമ്മുടെ മാതാപിതാക്കളെ അടക്കം അങ്ങനെയാ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നത്. കോംപ്ലിമെന്റ് അക്സെപ്റ്റ് ചെയ്താൽ അഹങ്കാരം. അതങ്ങനെയാണ്, അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് അറിയില്ല കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവരുടെ പോഡ്കാസ്റ്റ് കൊള്ളാം, ഓ ആണോ താങ്ക് യു, നിങ്ങൾക്ക് അങ്ങനെ വേറെ ലെവൽ. ഞാൻ പറയാൻ വന്ന നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കുന്നു. അപ്പോഴും ഞാൻ എന്നെ പുകഴ്ത്തുവാണ്. അപ്പൊ എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു. ഇറ്റ് വാസ് പാക്ഡ് വിത്ത് നോ ഫില്ലേഴ്സ് ആൻഡ് ഫുൾ ഓഫ് കോൺവെർസേഷൻസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു അപർണ ഫോർ ഡൂയിങ്. ഇനി എന്നെ പുകഴ്ത്തരുത്. 5-6 മെസ്സേജ് ഉണ്ട് എനിക്ക്, എന്തോ അപർണ അങ്ങനെയല്ല, എന്റെ അടുത്ത് എന്നെ വിളിച്ചതിന് ഒത്തിരി താങ്ക്സ്. എന്നിട്ട് ഞാൻ 2-3 വട്ടം പോസ്റ്റ്പോൺ ചെയ്തു കേട്ടോ. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടാണ്, അധികാരം കൊണ്ടല്ലെന്ന് കണ്ടോ, വാലിഡേറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു പ്ലീസ് ക്യാൻസൽ ചെയ്യരുത്, നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യും ഈ വട്ടം കൂടെ എന്ന് പറഞ്ഞപ്പോ അപർണ വാട്ട് ഈസ് ദിസ്, ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഞാനല്ലേ നന്ദി പറയണം, എന്റെ ഗസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്, അപ്പൊ ഞാൻ അല്ലേ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി കൂടുതൽ ചിന്തിക്കേണ്ട ഷോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് വേണമല്ലോ നിർത്താൻ. ഇത് ഹോട്ട്സ്റ്റാർ സ്ട്രീം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒരാൾക്ക് ലൈക്ക് ഐ റിയലി വാണ്ട് ദാറ്റ്
ലൈക്ക് പീപ്പിൾ ഇഫ് യു ക്യാൻ വാച്ച് ഇറ്റ് ഇറ്റ്സ് ഇൻ ജിയോ ഹോട്ട്സ്റ്റാർ. കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് വെച്ചു. ഞാൻ പറയാൻ വന്ന ഇതാണ്, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് വന്ന എപ്പിസോഡ് ഇസ് എ ബിഗ് തിങ്. Correct. Please never underestimate that. Because Jio Hotstar is a very big platform. And as a stand-up comedian from Kerala, you have done a great job. Thank you. And നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിലാണ്, അത് കണ്ടിട്ടാണ് ഞാൻ ശബരിയോട് വിളിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. നിങ്ങളും പോയി കാണാം, മാത്രമേ മതി. പക്ഷേ ഇത് നിങ്ങൾ ഈ എപ്പിസോഡ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് എന്തായാലും അത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. So definitely watch it, and thank you so much. Thank you so much. Thank you.